السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله عظيم القدرة والشان شديد البطش والبرهان حفظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من يشاكك الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. وقد قال النبي صلى الله عليه وسلم إن بني إسرائيل تفرقت 73 ملة ستفترق أمتي على 73 ملة كلهم في النار إلا ملة واحدة. قالوا يا رسول الله قال ما أنا عليه وأصحابي. محمد ذكره روح لأنفسنا محمد شكره فرض على الأمم. സമാധാന്യരായ പണ്ഡിത മഹത്തുക്കളെ, അഭിമന്യരായ സയ്യിദന്മാരെ, കർമ്മോത്സുകരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, നല്ലവരായ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലും നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യന്മാർ എല്ലാവരെയും അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അവരൊന്നും മരണപ്പെട്ടുപോയ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കട്ടെ. ബിഹഖി നബിയിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതായാലും അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്തോടുകൂടെ ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ അടക്കടക്കൊരു സമ്മേളനം വെക്കുകയാണെങ്കിൽ അത് നമുക്കിപ്പോൾ പറയാൻ ഏറ്റവും നല്ലത്. അത് പറയുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഇവരിന്ന് പറയുന്നതും പ്രചരിപ്പിക്കുന്നതും എത്തിച്ചേരും. നമ്മൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എന്നല്ല എപ്പോഴും പറയുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൈതൃകം എന്നുള്ളത്. നമ്മളെക്കുറിച്ച് പലരും ആക്ഷേപിക്കാറുള്ളതും അതാണ്. നമ്മൾ പാരമ്പര്യത്തിന്റെ ആൾക്കാരാണ്, പൈതൃകത്തിന്റെ ആൾക്കാരാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയാം, അല്ലെങ്കിൽ രസകരം എന്ന് പറയാം, കൗതുകമെന്ന് പറയാം.
ഈ സമ്മേളനത്തിന് അവർ സുവനീർ ഇറക്കിയപ്പോൾ സുവനീറിന് പോലും ഒരു പേരിട്ടിരിക്കുന്നത് പൈതൃകമെന്നാണ്. ഇക്കാലം വരെ പാരമ്പര്യത്തെ കുറ്റപ്പെടുത്തിയ ആളുകൾ, പാരമ്പര്യത്തെയും പൈതൃകത്തെയും ചോദ്യം ചെയ്ത ആളുകൾ, എന്തിനാണ് നമുക്ക് പാരമ്പര്യം, എന്തിനാണ് നമുക്ക് പൈതൃകം? നമ്മുടെ കയ്യിൽ ഒരു കയ്യിൽ വിശുദ്ധ ഖുർആനില്ലേ, ഒരു കയ്യിൽ ഹദീസില്ലേ, ഇത് രണ്ടുമുണ്ടാകുമ്പോൾ എന്തിനാണ് ഹോജാക്കൾ, എന്തിനാണ് ഈ പാരമ്പര്യത്തിന്റെ കണ്ണികൾ എന്നൊക്കെ ചോദിച്ച് കളിയാക്കിയ ആളുകൾ? സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ സുവനീറിന് പോലും പേരിട്ടിരിക്കുന്നത് പൈതൃകമെന്നാണ്. അവരങ്ങോട്ട് പേരിടുന്നിടയിലേക്ക് നമ്മൾ എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്ന പാരമ്പര്യവുമല്ല നമുക്കുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറി വന്നാൽ പറയാനുണ്ടാകുന്ന പാരമ്പര്യം അല്ലെങ്കിൽ പൈതൃകം 6 പതിറ്റാണ്ടിന്റെ പാരമ്പര്യം. അത് ഞാൻ പറയില്ല, ഇവർ തന്നെ വളരെ വ്യക്തമായി ഇവരെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 6 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമാണ് കേരളത്തിലെ വഹാബികൾക്കുള്ളതെന്ന് പറയുന്നത് നമ്മളല്ല, ഇവരുടെ പുസ്തകം തന്നെ. ഈ സമ്മേളന സുവനീറിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നു, ഇവർക്കുള്ള പാരമ്പര്യം കേവലം 6 പതിറ്റാണ്ടിന്റെ പാരമ്പര്യം മാത്രമാണ്. ഞാൻ വായിക്കാം. 6 പതിറ്റാണ്ടിലേറെയായി ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ സംഘടിത രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പറയാനുള്ള പാരമ്പര്യം 6 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമാണ്. 60 വർഷത്തിന്റെ പാരമ്പര്യം മാത്രമേ കേരളത്തിലെ വഹാബികൾക്ക് പറയാനുള്ളൂ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള പാരമ്പര്യം എന്ന് പറയുന്നത് കേവലം 6 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമല്ല, 6 നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമല്ല, മറിച്ച് 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ 15ാം നൂറ്റാണ്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പാരമ്പര്യം പറയാൻ, 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പറയാൻ കേരളത്തിൽ കഴിയുന്ന ഏക മതപ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ്. ഒരു തർക്കമില്ല, അതിന്റെ അപ്പുറം ഒരാൾക്കും പറയാൻ കഴിയില്ല. വേറെ ഏത് പ്രസ്ഥാനം എടുത്തു നോക്കിയാലും ഇന്നലകളിൽ കടന്നു വന്നവരാണ്, ഇന്നലകളുണ്ടായവരാണ്. ജമാഅത്തെ ഇസ്ലാമി അവർക്ക് 1940 ശേഷമുള്ള പാരമ്പര്യമേ പറയാനുള്ളൂ. പിന്നുണ്ടല്ലോ വേറെ ചില ആൾക്കാര് നീളത്തിൽ താടിയും വെച്ച് ഒരു സ്റ്റൗവും പിടിച്ചു നടക്കുന്ന ആൾക്കാരാണ്. അല്ലെ, അവർക്ക് എത്ര പാരമ്പര്യമുള്ളത്? അവർക്ക് തന്നെ അറിയില്ല ഇത് എന്നാ ഉണ്ടായത് എന്നോ, ഇത് സംഘടനയാണെന്നോ, ഇത് എന്താണെന്നോ അവർക്ക് പോലും അറിയില്ല. ഞാനിതിലേക്ക് ഇതിപ്പോ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഏത് പ്രസ്ഥാനം എടുത്തു നോക്കിയാലും ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പോലും എണ്ണാൻ കഴിയാതിരിക്കുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം, സമസ്തയുടെ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം യാതൊരു മടിയുമില്ലാതെ, യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത വിധം നമുക്ക് ധൈര്യമായിട്ടെണ്ണാൻ കഴിയും. ആ ഒരു പാരമ്പര്യം അംഗീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അത് അംഗീകരിക്കണം. അപ്പോഴേ നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുള്ളൂ. ഈ പാരമ്പര്യത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കും സുന്നത്ത് ജമാഅത്തിൽ പെടാൻ കഴിയുകയില്ല. ഈ മഹിതമായ നീണ്ടുകിടക്കുന്ന പരിശുദ്ധമായ പാരമ്പര്യം, ആ ഒരു പാരമ്പര്യം അംഗീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വക്താക്കൾ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പാരമ്പര്യം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തള്ളിക്കളയുന്നവർക്ക് ഒരിക്കലും ഇതിൽ കണ്ണിയാകാൻ കഴിയുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം 72 വിഭാഗമായിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായം 73 വിഭാഗമായി തീരും. 73 വിഭാഗമായി തീരും. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, ആ 73 നരകത്തിലാണ്, ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒന്നൊഴികെ 72 നരകത്തിലേക്കാണ് പോകുക. സ്വഹാബാക്കൾ ചോദിച്ചല്ലോ, നബിയെ 72 നരകത്തിൽ പോകുമെങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയേണ്ടതില്ല. നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നുണ്ടല്ലോ, അത് ഏതാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആദ്യം എണ്ണിയത് മാ അന അലൈഹി വസ്അബി, ഒന്ന് എന്റെ പാരമ്പര്യം, ഞാൻ ഏത് ആദർശത്തിന്റെ മേലാണ് ഉള്ളത് ആ ആദർശം മുറുകെ പിടിക്കുന്നവർ, എന്റെ ഹദീസുകൾ അംഗീകരിക്കുന്നവർ, എന്റെ അഫ്ആലുകളെ, എന്റെ അക്വാലുകളെ അംഗീകരിക്കുന്നവർ. ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ തന്നെ ഇപ്പോൾ സംശയിക്കുന്നൊരവസ്ഥ എത്തിപ്പെട്ടിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിനെ പച്ചയായി തള്ളുന്ന കുറെ ആളുകൾ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിനെ വളരെ പച്ചയായി തള്ളിക്കളയുന്ന ആളുകൾ. സഹീഹുൽ ബുഖാരിയിലുള്ള 60 ഹദീസിനെ കുറിച്ച് മടവൂർ വിഭാഗത്തിന്റെ പ്രമുഖനായ നേതാവ്, അവരുടെ നേരത്തെ ബഹുമാനായ ഇസ്മായിൽ സഖാഫി സൂചിപ്പിച്ച അബ്ദുസ്സലാം സുല്ലമി, അദ്ദേഹം ബുഖാരിയിലെ 60 ഹദീസിനെ കുറിച്ച് പറഞ്ഞെന്താ അറിയോ? ബുഖാരിയിലെ 60 ഹദീസ് ലഈഫാണല്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി എന്താ അറിയോ? ഞാൻ 60 ഹദീസ് ലഈഫാക്കി എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ലഈഫാക്കിയതുകൊണ്ട് മുജാഹിദിന് വല്ല കോട്ടോ സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ ഹദീസ് സഹീഹും ലഈഫാക്കിൽ എവിടേക്ക് നോക്കിയിട്ടാ? മുജാഹിദിന് കോട്ടുണ്ടോ, മുജാഹിദിന് നേട്ടമുണ്ടോ? മുജാഹിദിന് കോട്ടല്ലെങ്കിൽ ഇനിയും ലഈഫാക്കും, മുജാഹിദിന് നേട്ടമുണ്ടെങ്കിൽ ഇനിയും ലഈഫാക്കും. അയാൾ അത്ര ലഈഫാക്കി എന്ന് മാത്രമല്ല, വിശുദ്ധ ഇസ്ലാമിലെ ഒട്ടേറെ നല്ല കാര്യങ്ങൾ അദ്ദേഹം പാടെ നിഷേധിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ 2 പുസ്തകം വായിച്ചാലും മതി, വേറെ ഒന്നും വേണ്ട. 2 പുസ്തകം അദ്ദേഹത്തിന്റെ. ഒന്ന് ഇളവുകൾ ഇസ്ലാമിക വിധികൾ എന്നൊരു പുസ്തകം, 2 മുസ്ലിമീങ്ങളുടെ അനാചാരങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം. ഈ 2 പുസ്തകം മാത്രം വായിച്ചാൽ മതി, വേറൊന്നും വേണ്ട. വഹാബി പ്രസ്ഥാനത്തിന്റെ മടവൂരിസത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ 2 പുസ്തകം മാത്രം വായിച്ചാൽ മതി. ഇസ്ലാമിലെ എല്ലാ നല്ല കാര്യങ്ങളും അയാൾക്കൊക്കെ തെറ്റാണ്. അദ്ദേഹം ളുഹാ നിസ്കാരത്തെ പരിചയപ്പെടുന്നുണ്ട്. ളുഹാ നിസ്കാരം പറഞ്ഞു, ളുഹാ നിസ്കാരം സുന്നത്താണ്, പക്ഷെ പതിവാക്കൽ ഹറാമാണ്. സുന്നത്താണ് പക്ഷെ പതിവാക്കണ്ട, എങ്ങനെയും മുടങ്ങി കിട്ടണം എല്ലാതും. എന്നാലും ഇസ്ലാമിൽ ഇല്ലാത്തൊക്കെ അദ്ദേഹത്തിന് ഉണ്ട് താനും. ഉദാഹരണം, ഇപ്പൊ ബാങ്കും ഇക്കാമത്തും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കും ഇക്കാമത്തും ഉണ്ടോ? ഇല്ല, ഇക്കാമത്ത് മാത്രമുള്ള ബാങ്കില്ല. ഇദ്ദേഹം പറയുന്നു സ്ത്രീകൾക്ക് ബാങ്കും ഇക്കാമത്തും സുന്നത്താണ്. എന്താണോ ഇക്കാലം വരെയുള്ള മുസ്ലിം സമുദായം പഠിപ്പിച്ചത് അതിന് വിരുദ്ധമായിട്ട് പറയാം. എല്ലാതും നിസ്കാരം എങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചോ, എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ കഴിയോ അങ്ങനെയൊക്കെ അദ്ദേഹം ശ്രമിച്ചു. നോമ്പിനെ കുറിച്ച് അദ്ദേഹം എഴുതിയെന്ന് അറിയോ? നോമ്പിന്റെ അത്തായത്തെ കുറിച്ച് അദ്ദേഹം എഴുതി, അത്തായം എന്നുള്ളത് അത്തായം കഴിക്കുമ്പോൾ ബാങ്ക് കേട്ടാലും അത്തായം നിർത്തേണ്ടതില്ല, പാത്രത്തിലുള്ള തീരുന്നത് വരെ കഴിക്കാവുന്നതാണ്. സുഖായി വലിയൊരു തളികയിലുള്ള വളങ്ങി വെക്കുക, എന്നിട്ട് ഇങ്ങനെ നോക്കുക, കുറച്ചുണ്ട് കഴിച്ചിട്ട്, ഇല്ല കഴിഞ്ഞിട്ടില്ല, കഴിക്കാവുന്നതാണ്. ദുഹ്റസ്കാരം കഴിഞ്ഞിട്ടൊന്നും നോക്കുക, കഴിഞ്ഞിട്ടില്ല, കഴിക്കാവുന്നതാണ്. അപ്പൊ നോക്കുമ്പോഴോ ഞാൻ ഇദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അതിന് തെളിവുണ്ട്, ഹദീസുണ്ട്, വെറുതെ അല്ല, അതല്ലേ രസം. ഹദീസുണ്ട്. സംഭവം എന്താ? ഹദീസിനെ അട്ടിമറി നടത്തിയിരിക്കുകയാണ് അദ്ദേഹം. എന്താണത്? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, നിങ്ങൾ ബാങ്ക് കേട്ടാൽ, നിങ്ങൾ അത്തായം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കേട്ടാൽ നിങ്ങൾ ഭക്ഷണം നിർത്തേണ്ടതില്ല. എന്നാ വേറെ ഹദീസ് കൂടി ഉണ്ടത്. അതെന്താ അറിയോ? മദീനത്തെ പള്ളിയിൽ അന്നും ഇന്നും 2 ബാങ്ക് ഉണ്ട്. ഒന്നേത് ബാങ്ക? തഹജ്ജുദിനുള്ള ബാങ്ക. ആ ബാങ്കിനെ കുറിച്ച് റസൂൽ പറഞ്ഞത്, ആ ബാങ്ക് കേൾക്കുമ്പോൾ നിർത്തേണ്ടതില്ല. അടുത്ത ഹദീസിൽ പറയുന്നു, സുബ്ഹിന്റെ ബാങ്ക് ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുക്കുന്നത് വരെ അത് കൊടുത്താൽ പിന്നെ കഴിക്കാൻ പാടില്ല. ഇയാൾ എന്ത് ചെയ്തു? അതാണ് മാറ്റി വെച്ചു. ഇങ്ങനെ ഇസ്ലാമിനെ എങ്ങനെ കട്ടിമറിർത്താൻ പറ്റുമോ, ഹദീസുകൾ എങ്ങനെയൊക്കെ മാറ്റിമറിക്കാൻ കഴിയുമോ, അങ്ങനെ ശ്രമിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയാ, ഞാൻ 60 ഹദീസ് ലൈഫാക്കിയോണ്ട് സലഫികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്ത് വല്ല കോട്ടോ സംഭവിച്ചിട്ടുണ്ടോ? ഇതെന്നാ പറഞ്ഞത്? ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിന് പറയലാ കൂട്ടർ, ഞാൻ ഒരു ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടം? മുജാഹിദിന് എന്താ സംഭവിച്ചത്? അള്ളാഹുവിന്റെ ദീനല്ല വിഷയം. ഒന്നാമത്തെ ഘട്ടമാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഘട്ടം പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് നമ്മുടെ ഒന്നാമത്തെ പാരമ്പര്യം. 2, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എന്റെ പരിശുദ്ധരായ സഹാബാക്കിറ അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബ നക്ഷത്ര തുല്യരാണ്. ആ സഹാബത്ത് നിങ്ങൾ ആരനുഗമിച്ചാലും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ആ സഹാബത്തിന് അംഗീകരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇവരെന്താ ചെയ്ത്? സഹാബത്തിനെ തള്ളി പറഞ്ഞു അല്ലേ? സഹാബത്തിനെ തള്ളി പറഞ്ഞില്ലേ? നിങ്ങൾക്കറിയില്ലേ, ഇവരുടെ മടവൂരി വിഭാഗത്തിന്റെ വലിയ നേതാവായിരുന്നു വായക്കാട്ടുകാരൻ MT അബ്ദുറഹ്മാൻ മൗലവി. അയാൾ ഈ പുസ്തകം എഴുതണമെന്ന് എല്ലാ മുജാഹിദിനും ബാധകമാണ്. അന്നേരം മുജാഹിദ് പിളർന്നിട്ടില്ല.
അദ്ദേഹം മരിക്കുമ്പോൾ മടവൂർ വിഭാഗത്തിന്റെ ആളായിട്ടാണ് മരിക്കുന്നത്. ആ MT അബ്ദുറഹ്മാൻ മൗലവി വായക്കാട്ടുകാരൻ, അദ്ദേഹം ജുമാഅത്തു മദ്ഹബുകൾ എന്ന ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ 83, 84, 85 പേജുകളിൽ ജുമാഅത്ത് എങ്ങനെ പരിചയപ്പെടുത്തി കൊണ്ടുവന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, കേരള മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ അതും അഥവാ സഹാബത്തിന്റെ പ്രവർത്തനവും ദീനിൽ തെളിവല്ല. എന്ത്? കേരളത്തിലെ മൂല്യന്മാര് ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സഹാബത്തിന്റെ പ്രവർത്തനം മുജാഹിദുകൾക്ക് ദീനിൽ തെളിവല്ല. സഹാബാക്കളാകുന്ന ആ രണ്ടാം പാരമ്പര്യത്തെ ഒരു തള്ളി പറഞ്ഞു. പിന്നെയോ സഹാബാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും നല്ല നൂറ്റാണ്ട് റസൂൽ പറഞ്ഞില്ലേ, എന്നോടടുത്ത നൂറ്റാണ്ട് സുമ്മല്ലദീനലൂനഹും, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ട്, പിന്നെ അതിനോടടുത്ത നൂറ്റാണ്ട്, പിന്നെ അതിനോടടുത്ത നൂറ്റാണ്ട് എന്ന് മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ പരിശുദ്ധരായ ഉത്തമരായ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ ജീവിച്ച നല്ല നൂറ്റാണ്ട്. ആ നൂറ്റാണ്ടിലല്ലേ, ആ നല്ല നൂറ്റാണ്ടിലല്ലേ 4 മദ്ഹബിന്റെ ഇമാമുകൾ ഇവിടെ ജീവിച്ചു വഫാത്തായി പോയത്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഈ മഹത്തുക്കളൊക്കെ ജീവിച്ചത് ഈ പരിശുദ്ധമായ നൂറ്റാണ്ടിലല്ലേ ആയിരുന്നല്ലോ ജീവിച്ചത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ആ ഉത്തമ നൂറ്റാണ്ടിനെ അംഗീകരിക്കണം. അപ്പൊ ഇവരെന്താ പറഞ്ഞത്? എന്തിനായി മദ്ഹബ് ഷാഫി, അനഫി, മാലിക്കി, ഹംബലി വേണ്ട, ഈ 4 മദ്ഹബും വേണ്ട. എന്നിട്ടോ ഇവർ 5ാമത് മദ്ഹബ് തുടങ്ങി കുലുക്കി. ഷാഫിയും പറ്റൂല, അനഫിയും പറ്റൂല, മാലിക്കും പറ്റൂല, ഹംബലിയും പറ്റൂല. പിന്നെയോ ഇതൊക്കെ പാട്ട് കുലുക്കിയിട്ട് ഏതാ എളുപ്പമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ കുലുക്കി മദ്ഹബ് അതല്ലേ ഇവർ സ്വീകരിച്ചത്. 4 മദ്ഹബിന് വളരെ മോശമായി സ്വീകരിച്ചു അല്ലേ. ആ കഴിഞ്ഞുപോയ നൂറ്റാണ്ടിലെ ഉന്നതരായ മഹത്തുക്കളായ ആളുകളെ അവർ കളിയാക്കി, കുറ്റപ്പെടുത്തി. പിന്നെയോ അതിന്റെ ശേഷമുള്ള ഉത്തമരായ നൂറ്റാണ്ടിലെ ആലിമീങ്ങൾ, മഹത്തുക്കളായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പോലെയുള്ള മഹാരഥന്മാരായ ആളുകളെ ഇവർ ചീത്ത പറഞ്ഞില്ലേ. ഇവർ അൽമനാർ, പഴയകാല അൽമനാറിൽ എഴുതി വെച്ചില്ലേ, യാതൊന്നും കാണുവത് നാരായണ ശ്രുതിമ, യാതൊന്നും ചൊല്ലുവത് നാരായണ നമ. മുഹിദ്ദീഷിനെ കുറിച്ച് എഴുതി വെച്ചു. മുഹിദ്ദീഷിന്റെ തലയിൽ കയറിക്കൂടിയിരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യരുടെ സിദ്ധാന്തമാണ്. അതുകൊണ്ട് മുഹിയുദ്ദീൻ എന്ന് വിളിച്ചുകൂടാ, മുഹിയുദ്ദീൻ എന്നാണ് വിളിക്കുന്നത്. അൽമനാർ എഴുതി, അതിന്റെ ഒറിജിനൽ കോപ്പിന്റെ കയ്യിലുണ്ട്, നിഷേധിക്കാൻ കഴിയില്ല. മുഹിദ്ദീഷിനെ കളിയാക്കി. നമ്മൾ പറഞ്ഞ മഹത്തുക്കളായ പാരമ്പര്യത്തിൽ നിന്ന് നിലകൊള്ളണം. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. കേരളത്തിലേക്ക് കടക്കുമ്പോൾ കേരളം കണ്ട വലിയ മഹത്തുക്കളല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഉമറുൽ ഖാദി, വെളിയങ്കോട്ട് ഉമറുൽ ഖാദി, സയ്യിദനാ മമ്പറം തങ്ങൾ. നമ്മൾ പറഞ്ഞു ഈ നല്ലൊരു പാരമ്പര്യത്തിൽ നിൽക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചെടുക്കേണ്ടെത്തുന്ന ആ സുന്ദരമായൊരു പാരമ്പര്യം. ഞാൻ ചുരുക്കി പറഞ്ഞു പോട്ടോ, സമയത്തിന്റെ പരിമിതി മൂലം. ഈ നല്ലൊരു പാരമ്പര്യത്തിൽ നിൽക്കാൻ അന്ന് നമ്മൾ പറഞ്ഞപ്പോ ഇവർക്ക് അന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സഹാബാക്കളെ ചീത്ത പറഞ്ഞു, താബിയങ്ങളെ കളിയാക്കി, ഔലിയാക്കളെ കുറ്റപ്പെടുത്തി, മഹത്തുക്കളെ തള്ളിപ്പറഞ്ഞു. എന്ത് സൈനുദ്ദീൻ മഖ്ദൂം, എന്ത് ഫത്വൽ മഴി എന്നൊക്കെ ചോദിച്ചൊരു കാലത്ത് കുറ്റപ്പെടുത്തി പറഞ്ഞു അല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദിന്റെ ഓരോ സമ്മേളനം കഴിയുന്നവർ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. ചങ്ങരകുള സമ്മേളനത്തോടുകൂടെ മുജാഹിദ് പ്രസ്ഥാനം ഒരു കാര്യം സമ്മതിച്ചു, സഹാബാക്കൾ അംഗീകരിക്കാത്തവർ, വിശുദ്ധ ഖുർആൻ കയ്യിലുണ്ട്, ഹദീസ് ഇതിൽ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കളെ തള്ളിപ്പറയുന്ന ആളുകൾ അവർക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. സഹാബാക്കൾ അംഗീകരിച്ചാൽ മാത്രമേ അവർ മുഅ്മിനാകുകയുള്ളൂ, അവർക്കേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. കഴിഞ്ഞ ചങ്ങരകുള സമ്മേളനം നടന്നപ്പോൾ അതിന്റെ പിറ്റേ ദിവസം ഇതേപോലെ നമ്മൾ അവിടെ ക്ലിപ്പിട്ട പ്രസംഗം നടത്തി. അതൊന്ന് കേൾക്കും നിങ്ങൾ, അന്നത്തെ പ്രസംഗം കേൾക്കും. بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. അവർ വിശ്വസിച്ചു എങ്കിൽ ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചു എങ്കിൽ, സഹാബാ കിറാമിന്റെ വിശ്വാസമാണുള്ളതെങ്കിൽ, സഹാബത്ത് മനസ്സിലാക്കിയതുപോലെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ, ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു. സലഫി പറഞ്ഞത് ഫൈൻ ആമനൂ, അവർ വിശ്വസിക്കുകയാണെങ്കിൽ, ആര് വിശ്വസിക്കുകയാണെങ്കിൽ, ജനങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ,
ഏതുപോലെ വിശ്വസിക്കണം സഹാബാക്കളെ? നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയാണെങ്കിൽ ഫഖദിഹ്തദൂ, അവർ സന്മാർഗം സിദ്ധിച്ചുപോയി. അപ്പൊ എണ്ണിക്കോ, നിങ്ങളുടെ നേതാവ് ജനാബ് MT അബ്ദുറഹ്മാൻ വായക്കാടിന് സന്മാർഗമില്ല. ഇതുവരെ അത് ഏറ്റുപിടിച്ച് പ്രസംഗിച്ച് നടന്ന ആളുകൾക്ക് സന്മാർഗമില്ല. ഇതുവരെ അത് ആ ആശയം പ്രചരിപ്പിച്ചവർക്ക് സന്മാർഗമില്ല. ചങ്ങരകുളം തൊട്ട് അങ്ങനെ പറയാൻ തുടങ്ങി, സഹാബാക്കളെ അംഗീകരിച്ചേ പറ്റൂ. നമ്മൾ അന്ന് അവിടെ നിന്ന് പ്രസംഗിച്ചു, എന്താ പറഞ്ഞത്? സഹാബാക്കൾ പോരാ, അതിന് കീപ്പിട്ടുണ്ട് പോരട്ടെ. നമ്മൾ അന്ന് പറഞ്ഞു, അടുത്ത സമ്മേളനത്തോടുകൂടെ നിങ്ങൾ താബീങ്ങളെ അംഗീകരിക്കേണ്ടി വരും. പറഞ്ഞതുപോലെ എറണാകുളത്ത് സമ്മേളനം എത്തിയപ്പോഴേക്കും പിന്നെ മുജാഹിദിന്റെ ശൈലി അങ്ങനെയായി. സഹാബാക്കൾ മാത്രം പോരാ, മുൻഗാമികളൊക്കെ പിൻപറ്റണമെന്നായി. ഒരു മൗലവിയുടെ വിഷയത്തിന്റെ പേര് തന്നെ എന്തായോ? മുൻഗാമികളുടെ പാത. എന്ത് മുൻഗാമികളുടെ പാത? ഇതുവരെ എന്തേ പറഞ്ഞിരുന്നത്? നമ്മുടെ കയ്യിൽ ഖുർആനില്ലേ, ഹദീസില്ലേ എന്നൊക്കെ ചോദിച്ച ആളുകൾ, എന്നിട്ട് ഗവേഷണം നടത്തിയ ആളുകളല്ലേ നമ്മളെ കുറ്റപ്പെടുത്താൻ, നേരത്തെ ബഹുമാനനായ ഇസ്മായിൽ സഖാഫി സൂചിപ്പിച്ചതുപോലെ നമ്മളെ കാഫറാക്കാൻ, നമ്മളെ മുശ്രിക്കാക്കാൻ, ഇസ്ലാമിക വൃത്തത്വം പുറത്താക്കാൻ വിശുദ്ധ ഖുർആനും തിരു ഹദീസും സ്വന്തമായിട്ട് ഗവേഷണം നടത്തിയിരുന്ന ആളുകൾ. അതിനെ തെളിവുദ്ധരിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു അഫലാ തഅഖിലൂൻ, ചിന്തിച്ചുകൂടെ എന്നാ പറഞ്ഞത്. അള്ളാഹുവിന്റെ ബുദ്ധി എന്നിട്ട് എന്തിനായി ഹോജാക്കളെ പിന്നാലെ പോകുന്നത്? എന്തിനാണ് ഈ മദ്ഹബിന്റെ പിന്നാലെ പോകുന്നത്? എന്തിനാണ് ഷാഫി, അനഫി, മാലിക്കി, ഹംബലി എന്നൊക്കെ ചോദിച്ച ആളുകൾ ഇപ്പൊ അതേ ആയത്തോദിട്ട് പറയാ അത് ശരിയല്ല, മുൻഗാമികളെ പിൻപറ്റണം. വിഷയം തന്നെ നോക്കൂ നിങ്ങൾ, മുൻഗാമികളുടെ പാത. മുജാഹിദ് പണ്ഡിതന്റെ വിഷയം എന്താ? മുൻഗാമികളുടെ പാത. ഏത് മുജാഹിദുകൾ? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൊല്ലം തോറും ഓരോ സമ്മേളനം നടത്തണം. എന്നത് വല്ലാതെ നീണ്ടുപോകേണ്ടിയില്ല, നമുക്ക് വേഗം പിരിച്ചുവിടാം. പറയട്ടെ, പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ രംഗത്ത് വളരെ വലിയ അപകടങ്ങൾ പഴയ കാലം മുതലേ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. കണ്ടോ? ഇപ്പൊ നോക്കൂ, നമ്മൾ എന്താ പറഞ്ഞത്? മുൻഗാമികളുടെ മാർഗം പിൻപറ്റുന്ന വിഷയത്തിൽ പഴയ കാലം മുതൽ തന്നെ പലർക്കും വലിയ അബദ്ധം പിണഞ്ഞിട്ടുണ്ട്. നമ്മക്കെന്ന് പറഞ്ഞാൽ മോശമല്ലേ, അപ്പൊ പലർക്കും എന്ന് പറഞ്ഞു. ഓക്കെ, വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും മനസ്സിലാക്കുന്നിടത്ത് പല അബദ്ധങ്ങളും പലർക്കും സംഭവിച്ചത് ആ മൻഹജു സലഫ് വിട്ടുകളഞ്ഞതാണ്. എന്താണ്? വിശുദ്ധ ഖുർആനും തിരുഹദീസും മനസ്സിലാക്കുന്നിടത്ത് പലരും പിഴക്കാനുള്ള കാരണം എന്താ? മൻഹജു സലഫ്, മുൻഗാമികളുടെ മാർഗം അത് വിട്ടുകളഞ്ഞതാണ്. ഇതല്ലേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ അപ്പുറം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിരുന്നു? നമ്മൾ അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഖുർആൻ സ്വന്തമായിട്ട് നോക്കണ്ട, ഹദീസ് സ്വന്തമായിട്ട് ഗവേഷണം ചെയ്യണ്ട. ആ ഖുർആനും ഹദീസുമൊക്കെ അയിമ്മത്തുൽ അർബഅ ഗവേഷണ പടുക്കളായ വിശുദ്ധ ഖുർആനും ഹദീസൊക്കെ ചർവിത ചർവണം നടത്തിയ അയിമ്മത്തുൽ അർബഅ എങ്ങനെ പറയുന്നു, അവിടെ നമുക്ക് നിൽക്കാം. അപ്പൊ പറഞ്ഞു എന്തിനാണ് ഇമാമിങ്ങൾ? ഇപ്പൊ പറയുന്നു പലർക്കും അബദ്ധം വരാനുള്ള കാരണം എന്താ? മുൻഗാമികളെ വിട്ടുകളഞ്ഞതാണ്. പറയട്ടെ, സലഫുസ് സ്വാലിഹീങ്ങളുടെ സലഫുസ് സ്വാലിഹിന്റെ ആ മൻഹജ് വിട്ടുകളഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അബദ്ധങ്ങൾ ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നിടത്ത് മിക്കവാറും എല്ലാ ആളുകൾക്കും സംഭവിച്ച അബദ്ധം ഖവാരിജികൾക്ക് സംഭവിച്ചിടത്ത് കാണാം, അതുപോലെ മുഅ്തസിലത്തിന് സംഭവിച്ചിടത്ത് കാണാം. അവിടെയൊക്കെ ഈ മൻഹജ് പോലെ മുജാഹിദിന് സംഭവിച്ചിടത്തും കാണാം. അത് കൂട്ടിക്കൊടുത്താൽ മതി. പക്ഷെ പറയണ മോശല്ലേ, സ്വന്തം പ്രസ്ഥാനത്തെ കുറിച്ച് പറയണ മോശല്ലേ, നിനക്ക് അദ്ദേഹം അത് വിട്ടിരിക്കുന്നു മാത്രം. പറയട്ടെ, അത് വിട്ടുകളഞ്ഞതാണ് എന്ന് കാണാൻ സാധിക്കും. ചില ആളുകൾ അവരവരുടെ ബുദ്ധി വെച്ചുകൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് അബദ്ധം പിണഞ്ഞത്. കണ്ടോ എവിടെ പ്രശ്നം സംഭവിച്ചത്? ഖുർആനും ഹദീസും സ്വന്തമായിട്ട് ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് ഗവേഷണം നടത്തി, അവിടെയാണ് അബദ്ധം പിണഞ്ഞത്. പറയട്ടെ, ഖുർആനിൽ ചിന്തിക്കാൻ പറഞ്ഞ കുറെ ഭാഗങ്ങളുണ്ട്. ഈ ആകാശത്തിന്റെ ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സന്നിവേശിപ്പിച്ചിരിക്കുന്ന അത്ഭുതകരമായ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറഞ്ഞ മേഖലകളുണ്ട്. അവിടെ ചിന്തിക്കാം. അതല്ല, അല്ലാത്ത വഹയിലൂടെ മാത്രം മനസ്സിലാവുന്ന അത്തരം പല വിഷയങ്ങളിലേക്കും മനുഷ്യബുദ്ധിക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ല. കണ്ടോ, സാധ്യമല്ല. ഇതല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഖുർആനും ഹദീസും സ്വന്തമായിട്ട് ഗവേഷണം നടത്തി, അവിടെയാ പിഴവ് സംഭവിച്ചത്. ഇനി പിഴവ് സംഭവിച്ചൊരു ഉദാഹരണം ഞാൻ കാണിച്ചുതരാം. നല്ലൊരു ഉദാഹരണം. ഒരു മുജാഹിദ് മൗലവിക്ക് സ്വന്തമായിട്ട് ഖുർആൻ ഗവേഷണം നടത്തി. അദ്ദേഹം ഒരു ഗവേഷണം നടത്തി. എന്തിനാ ഗവേഷണം നടത്തുന്നത്? അവരാകെ ഗവേഷണം നടത്തുന്നത് എന്തിനാ? സുന്നികളെ കാഫറാക്കാൻ. വേറെ പരിപാടി ഒരിക്കില്ലല്ലോ.
സുന്നികളെ കാഫറാക്കാൻ ഈ കഴിഞ്ഞുപോയ പാരമ്പര്യത്തിലെ അത്യുന്നതന മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പരിശുദ്ധമായ മങ്കൂസ് മൗലൂദ് ഉദ്ധരിച്ചുകൊണ്ട് സുന്നികളെ കാഫറാക്കാൻ വേണ്ടി ആരാ സൈനുദ്ദീൻ മഖ്ദൂം? ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട്. ഇവരുടെ സമ്മേളനത്തിൽ തന്നെ സൈനുദ്ദീൻ മഖ്ദൂം ചർച്ചയാണ്. ഇവരെ സുവനീർ സൈനുദ്ദീൻ മഖ്ദൂം ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോകുന്നുണ്ട്. ഇപ്പൊ സൈനുദ്ദീൻ മഖ്ദൂം ഒക്കെ മഹാനാണ്. നിങ്ങൾക്ക് രസം കേൾക്കണത് ഇവരുടെ പൈതൃക സുവനീറിൽ മമ്പറന്നങ്ങളെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇപ്പോ വലിയ മഹാനായിട്ട് പരിചയപ്പെടുത്തിക്കുന്ന ആരറിയോ? മമ്പ്രന്തങ്ങളെ. ഇത്രകാലം മമ്പ്രന്തങ്ങൾ ആരായിരുന്നു? ഒരു വിഗ്രഹമായിരുന്നു. മമ്പ്രന്തങ്ങളെ ഫോട്ടോ കൊടുത്തുകൊണ്ട്, മമ്പ്രന്തങ്ങളെ നല്ലൊരു ഫോട്ടോ കൊടുത്തുകൊണ്ട് ഫസൽ ബുക്കോയത്തങ്ങളെയും മറ്റുമൊക്കെ ഇപ്പൊ പരിചയപ്പെടുത്തുന്നു. ഞാൻ ഇൻഷാ അല്ലാഹ് കാണിക്കാൻ സമയമുണ്ടെങ്കിൽ ഞാനതിലേക്ക് തിരിച്ചു വരാം. ഒരു കാലത്ത് സൈനുദ്ദീൻ മഖ്ദൂമിനെ കളിയാക്കിയ ആളുകൾ, നിങ്ങൾ അറിയണം, പരിശുദ്ധമായ മങ്കൂസ് മൗലൂദ് ശിർക്കാണെന്ന് വരുത്താൻ വേണ്ടി വിശുദ്ധ ഖുർആനെ സ്വന്തം ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് ഗവേഷണം ചെയ്യുകയാ. എന്തേ നേരത്തെ മൗലവി പറഞ്ഞത്? അങ്ങനെ ഗവേഷണം നടത്തിക്കഴിഞ്ഞാൽ പിഴവുറപ്പാണ്, അബദ്ധം ഉറപ്പാണ്. എന്നാ ഒരു മൗലവി ഗവേഷണം നടത്തണുണ്ടോളി. എന്താ അദ്ദേഹം ഗവേഷണം നടത്തണം അറിയോ? അദ്ദേഹം പറയാണ്, ഈ സുന്നികള് ഇസ്തിഗാസ നടത്തുന്നവരാണ്, ഇസ്തിഗാസ നടത്തുന്ന ശിർക്കാണ്. എന്താ അതിന് തെളിവ് പറഞ്ഞത് അറിയോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്ക ആരാൾത്തുണ്ടായി? നൂഹ് നബി. പക്ഷെ മൂപ്പര് പറഞ്ഞ ആരാൾത്ത് അറിയോ? ലൂത്ത് നബിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ സ്റ്റേജിൽ നിന്ന് ഒരാൾ തോണ്ടിട്ട് പറഞ്ഞു, മൗലവി അത് ലൂത്ത് നബിന്റെ കാലത്തല്ല, നൂഹ് നബിന്റെ കാലത്താണ്. അപ്പൊ മൂപ്പര് പറഞ്ഞു, സോറി എനിക്ക് തെറ്റുപറ്റിയതാണ്. കുറച്ചെണ്ണത്തിരി നല്ലല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റി, എനിക്ക് ഞാൻ പറഞ്ഞത് ശരിയില്ല. പിന്നെ സ്റ്റേജിൽ രണ്ടഭിപ്രായം. ഇവരെ സ്റ്റേജ് അങ്ങനെയാണല്ലോ, പ്രസംഗിക്കുന്ന ആൾക്കൊരു അഭിപ്രായം, കേൾക്കുന്ന ആൾക്ക് വേറെ അഭിപ്രായം. പിന്നെ ആരും കുറ്റപ്പെടുത്താൻ പാടില്ല, എല്ലാവർക്കും ജിത്തിഹാദിയാലോ. ഒരാളെ തക്ലീഫ് ചെയ്യാൻ പറ്റൂലല്ലോ. കേട്ടോളൂ. ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നെന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ എന്താ പറയണത്? ലൂത്ത് നബിനെ നമ്മളാ രക്ഷപ്പെടുത്തിയത്. ബേക്കിന് ചെറിയൊരു തോണ്ടല്, മൗലവി ലൂത്തല്ല, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ. അപ്പൊ ഞാൻ എന്തേ പറഞ്ഞത്? ഒരു ബോധമില്ലേ, ഇതെന്തേ പറയണമെന്ന് ഓർമ്മ വേണ്ടേ? അവര് ഞാൻ എന്തേ പറഞ്ഞത്? ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹിസ്സലാം അല്ല, ലൂത്ത് തന്നെയാണ്. ഇങ്ങക്ക് തെറ്റിന്നല്ല, ഞമ്മക്ക് തെറ്റൂലല്ലോ. മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞ വലിയ മുജ്തഹിദീങ്ങളല്ലേ, വലിയ ഗവേഷണ പടുക്കളല്ലേ, തൂഫാനുണ്ടായത് അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക, നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെയും നമ്മളാ രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തില് വഅൻജൈനാഹു വഅസ്ഹാബ സഫീനതി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. ഖണ്ഡങ്ങളെ അസ്ഹാബ സഫീനത്ത് പറയുമ്പോൾ മനസ്സിലായിക്കൂടെ? സഫീനത്ത് എന്താ? കപ്പൽ ആര കാലത്താ? ഒന്നും വേണ്ട, അതെന്തിച്ചൂടെ പറയട്ടെ. ഇസ്ലാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ ഒന്ന് മനസ്സ് തുറക്ക്. ഞങ്ങളൊക്കെ മനസ്സും കണ്ണും തുറന്നിട്ടാ ഇരിക്കണം നിങ്ങൾ പറയുന്നത് കേൾക്കാന്. പറയും ലൂത്ത് നബി അലൈഹി സ്വലാമിനെയും ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? നമ്മൾ വിശ്വസിക്കണം. നിങ്ങൾ പറയും വിശ്വസിക്കണോ? വിശ്വസിക്കണ്ട. പക്ഷെ വിശ്വസിച്ചില്ലെങ്കിൽ മൂപ്പരൊന്നും കാഫറാവുന്ന. വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫറ. പറയട്ടെ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫറാണ്, അല്ലേ? എന്നാ കേട്ടോ, ഇനി കേട്ടോളി. ഇനി നമ്മളെ മൗലിദ ഉദ്ധരിക്കുക എന്തിനെ? കാഫറാക്കാൻ വേണ്ടി. അതോടൊക്കെ കൊളാവും. കേട്ടോളി. മുഹമ്മദ് നബിനോട് സഹായം തേടി നൂഹ്. പറ്റിച്ചല്ലോ, ഇതുവരെ പറഞ്ഞത് അല്ലല്ലോ ഉള്ളത്. എന്താ പറ്റിയ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആകെ വഷളായില്ലേ? എന്താ പറ്റിയ? സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്റെ അടുത്ത് ധാരണപ്പേര് വന്നതാ കേട്ടോ. കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല, വലിയ വയസ്സനായി, 60 വയസ്സോളം. കണ്ണങ്ങള് ഇവർക്ക് വയസ്സാകും തോറും നൂഹ് നബി ലൂത്താവും. ഈ കുറച്ചുകൂടി വയസ്സായി ഇങ്ങനെ ലൂത്ത്. നിങ്ങൾ ആലോചിച്ചു എങ്ങനെ പേരെ പിന്നാലെ നമ്മളെ കൂടുക? അതാ നമ്മൾ പറയുന്നത്. അതല്ലേ മുനീർ മദനി പറഞ്ഞു കേട്ടില്ലേ? എന്തേ പറഞ്ഞു? വിശുദ്ധമായ ഖുർആനോ
ഒരു ഹദീസുമൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം അർത്ഥം വെക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അബദ്ധം വരും, സംശയമില്ല. ശരിയായ ഒന്നില്ലേ, ശരിക്കും ഒന്നല്ലോ, ശരിയായ രീതിയിലൊന്നു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഈ മഹിതമായൊരു പാരമ്പര്യം ആരെ സഹാബാക്കൾ അംഗീകരിക്കണം, താബിയങ്ങൾ അംഗീകരിക്കണം, തബഉ താബിയങ്ങൾ അംഗീകരിക്കണം അല്ലേ? അപ്പൊ അവിടേക്ക് എത്തി. പിന്നെ ഞാൻ ആരെ വേണ്ടത്? എറണാകുളത്തെത്തിയപ്പോ പൂർവികരൊക്കെ അംഗീകരിക്കണം എന്നായി. എറണാകുളം കഴിഞ്ഞ് വയനാട് സമ്മേളനമായപ്പോഴേക്കോ ഒരു മൗലവി ദ്വാ ചെയ്യാൻ തന്നെ തുടങ്ങി. എന്താ ദ്വാരക്കണറിയോ? പടച്ചവനെ മുഹ്യിദ്ദീൻ ശൈഖിന്റെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. ആരെ കൂടെ? മുഹ്യിദ്ദീൻ ശൈഖിന്റെ കൂടെ. കണ്ടോ? വയനാട് സമ്മേളനം എത്തിയപ്പോഴേക്ക് മഹാനായ ഔലിയാക്കളുടെ നേതാവായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് ആ മഹാനവറുകളോടുകൂടെ സ്വർഗത്തിൽ കടത്തലെന്ന് ദ്വാരക്കുന്ന അവസ്ഥയ്ക്കെത്തി. ദ്വാരക്കട്ടെ. അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ കൂടെ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളോട് കൂടെ നമുക്ക് സ്വർഗ്ഗത്തിൽ എത്തിച്ചേരാൻ റബ്ബ് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. എടരിക്കോട്ട് കണ്ടെത്തിയപ്പോഴേക്ക് ഇവിടുക്കെത്തി. കണ്ടോ? എടരിക്കോട് എത്തിയപ്പോഴേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എടരിക്കോട് സമ്മേളനമായപ്പോഴേക്ക് അൽഹംദുലില്ലാഹ് മുജാഹിദ് സമ്മേളനത്തിന്റെ സുവനീറിൽ പറയും. നോക്കും നിങ്ങൾ ആരെയാ പരിചയപ്പെടുത്തുന്നത്? മഹാനായ ഫതുൽ മുഈനിന്റെയും അതോടൊപ്പം തന്നെ മങ്കൂസ് മൗലൂദൊക്കെ രചിച്ച മഖ്ദൂമി പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തുന്നു. വെളിയങ്കോട്ട് ഉമർ ഖാദി തങ്ങളെ പരിചയപ്പെടുത്തുന്നു. മമ്പറത്തെ തങ്ങളെ പരിചയപ്പെടുത്തുന്നു. മുസ്ലിം പ്രഭാവം നശിപ്പിച്ച പോർച്ചുഗീസുകാരുടെ മലബാർ അധിനിവേശത്തിനെതിരെ മുസ്ലിമീങ്ങളെ ബോധവാന്മാരാക്കിയ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം മരണം 1583. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ബോധവൽക്കരണം നടത്തിയ വെളിയങ്കോട്ട് ഉമർ ഖാദി 1759 1825 ജനങ്ങളിൽ യഥാർത്ഥ മതവിശ്വാസവും ദേശീയ ബോധവും അങ്കുരിപ്പിക്കാൻ ശ്രമിച്ച മമ്പുറം സയ്യിദ് അലവി തങ്ങൾ മുതലായ മഹാരഥന്മാർ നവോത്ഥാനത്തിന്റെ മുൻപേ നടന്നവരാ. ആരെ? സൈനുദ്ദീൻ മഖ്ദൂമും മമ്പുറം തങ്ങളും വെളിയങ്കോട്ടെ തങ്ങളുമൊക്കെ വെളിയങ്കോട്ടെ ഉമർ ഖാദിയുമൊക്കെ നവോത്ഥാനത്തിന്റെ മുൻ നായകന്മാരാണ്. അവരുടെ മാർഗം നവോത്ഥാനത്തിന്റെ മാർഗമാണ്. ആരാ പറയുന്നത്? പൈതൃകം. എന്നിട്ടോ അത് കഴിഞ്ഞില്ല. അത് മാത്രമല്ല, ഇവിടെ ഇറക്കിയ ഒരു ബുക്ക്ലെറ്റ് അതിലും പരിചയപ്പെടുത്തുന്ന ആരെ? സൈനുദ്ദീൻ മഖ്ദൂമിനെയും മമ്പുറം തങ്ങളെയും. കണ്ടു? ഈ ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തെ പരിചയപ്പെടുത്താൻ ഇരുളടഞ്ഞ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. ഫത്തുൽ മുഈൻ മുസ്ലിഫ് ഉണ്ടായിക്കോട്ടെ, അൽഫീജ് മുസ്ലിഫ് ഉണ്ടായിക്കോട്ടെ, മങ്കൂസ് മൗലൂദ് സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടായിക്കോട്ടെ. ഈ വെറും സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞാൽ പറയും ആ സൈനുദ്ദീൻ മഖ്ദൂം അല്ല മങ്കൂസ് മൗലൂദ് എഴുതിയത്. അത് വരണ്ടാന്ന് മനസ്സിലാക്കിക്കൊണ്ട് മടവൂർ വിഭാഗത്തെ നേതാക്കന്മാർ തീരുമാനിച്ചു എല്ലാ സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടായിക്കോട്ടെ. ആ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ കഴിഞ്ഞില്ല. കോഴിക്കോട് കാളി. ആരാ കോഴിക്കോട് കാളി? കോഴിക്കോട്ടത്തുറ തന്നിൽ പിറന്നോവർ കുർവാദീതൊക്കെയോ നോക്കിയെടുത്തോവർ. ആ കാളിയല്ലേ പാടിയത് അല്ലാ തിരുഫേരോ തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലമുടയോവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദ അവർ കീള ആണോവർ എല്ലാ കീളയിലോ ഭംഗീള ആയോവർ എല്ലാ തീശയിലോ കേളി നിറഞ്ഞോവർ. ഒരു കാലത്ത് ഓവറായിരുന്നു. ഒരു കാലത്ത് ഖാദി മുഹമ്മദ് ഓവറായിരുന്നു. ഇപ്പോഴോ ഖാദി മുഹമ്മദും സൈനുദ്ദീൻ മഖ്ദൂമും പിന്നെയോ കേട്ടോളൂ തുടങ്ങിയ ചുരുക്കം ചില മതപണ്ഡിതന്മാരുടെ നേതൃത്വമാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ആശ്വാസം പകർന്നത്. ആരാണ് ആശ്വാസം പകരുന്നത്? ആരാണ് ആശ്വാസം നൽകിയത്? അതെ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ മങ്കൂസ് മൗലൂദ് കേരള മുസ്ലിമീങ്ങൾക്ക് താഹൂറുണ്ടായപ്പോ, പ്ലേഗ് ഉണ്ടായപ്പോ വല്ലാത്ത ആശ്വാസം നൽകിയിട്ടുണ്ട്. ഒട്ടേറെ രോഗികൾ പ്രയാസപ്പെടുന്ന സമയത്ത് മുഹിദ്ദീന്മാരെ പാടിയപ്പോ ആശ്വാസമുണ്ടായിട്ടുണ്ട്. ആര് പറയുന്നു? എടരിക്കോട്ടെ സമ്മേളനക്കാർ പറയുന്നു. നിങ്ങൾ അടുത്ത സമ്മേളനം വേഗം പ്രഖ്യാപിക്കണം.
എന്നാ വരക്കൽ മുല്ലക്കോയത്തങ്ങളും ഇതിന്റെ സന്തോഷങ്ങൾ ആലോചിക്കുക. നമ്മുടെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സന്തോഷത്തിനല്ലേ. ഞാൻ 2 ആഴ്ച മുമ്പ് ദ്വീപിൽ പോയപ്പോൾ അവിടെ ഒരു പോസ്റ്ററുണ്ട്. എന്താ പോസ്റ്റർ? ദ്വീപിൽ നമുക്ക് മറുപടിക്ക് നമ്മളെ ചട്ടിന്റെ ടീമുണ്ട്. ഇപ്പൊ ചട്ടിയാണല്ലോ. ഇപ്പൊ തിരികേശ സൂക്ഷിപ്പിന് ഉത്തമ കേന്ദ്രം മാറിയിട്ട് തിരുച്ചട്ടി സൂക്ഷിപ്പിന് ഉത്തമ അടുക്കളയായിക്കൊള്ളേ. ഇപ്പൊ അങ്ങനെയല്ല അടുക്കുന്നത്. അത് ആ ബോർഡ് മറ്റേ ബോർഡ് ഇറക്കിക്കാൻ കാരണതാണ്. ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കണില്ല. ഇപ്പൊ നമുക്ക് കുറച്ച് ഇത് പോട്ടെ, അതിനൊക്കെ വേറെ വരും നോക്കാം. അപ്പൊ ഈ ടീം ബോർഡ് വെച്ചിരിക്കുന്നു, നമുക്ക് മറുപടിയാണ്. മറുപടിയുള്ള ബോർഡിൽ ഞാൻ നോക്കിയപ്പോൾ ഷംസുൽ ഉലമാ നഗർ കടമത്ത് ദ്വീപ്. നമുക്ക് മറുപടിയുള്ള പോസ്റ്റർ നഗരിയതാ ഷംസുൽ ഉലമാ. നമ്മുടെ നേതാക്കന്മാരൊപ്പം എല്ലാവർക്കും വേണം. എന്നാ കൂട്ടൻ ഇങ്ങോട്ട് പോകുന്നൂടെ? നീ എന്തിനാ അവിടെ നിന്നിട്ട് കുടിമേരി നടത്തുന്നത്? മുജാഹിദ് പറയുന്നു സൈനുദ്ദീൻ മഖ്ദൂം വലിയ മഹാന, അമ്പരന്തങ്ങളും വെളിയങ്കോട്ടുമറൽ കാളിയുമൊക്കെ കാളി മുഹമ്മദുമൊക്കെ വലിയ മഹത്തുക്കളാ. എന്നാ ചെല്ലിക്കൊള്ളി അടുത്ത പരിപാടി ഇട്ടിട്ട്. അപ്പൊ നിങ്ങൾ ഈ പരിപാടിയിൽ ചെല്ലിയോ? ഈ പരിപാടിയിൽ ദഫ്മുട്ടി. എവിടെ? എടരിക്കോട് സമ്മേളനത്തിൽ ദഫ്മുട്ട്. ഇൻഷാ അല്ലാഹ് കാണിക്കാം. എടരിക്കോട് സമ്മേളനത്തിൽ കൊൽക്കളി. പിന്നെയോ ഇനി കേട്ടോളൂ, ഉമറുൽ മഹാൻ മാത്രമല്ല, ഉമറുൽ ഖാദിന്റെ പേരിൽ ബെയ്ത്തും തുടങ്ങിയപ്പോൾ. ആര് ബെയ്ത്ത് ചെല്ലുന്നു? മുജാഹിദ് പണ്ഡിതൻ, മടവൂർ വിഭാഗത്തിന്റെ സമുന്നതനായ നേതാവ്. അദ്ദേഹം ഇപ്പോൾ ബെയ്ത്ത് ചെല്ലാതെ തുടങ്ങി. ആരെ ബെയ്ത്താ ചെല്ലുന്നത്? ഉമറുൽ ഖാദിയുടെ ബെയ്ത്ത്. മടവൂർ വിഭാഗത്തിന്റെ സമുന്നതനായ നേതാവ് ഫാറൂഖി, അദ്ദേഹം ഇതാ ഉമറുൽ ഖാദിന്റെ ബെയ്ത്തൊക്കെ ഇങ്ങനെ ചെല്ലുന്ന രംഗങ്ങൾക്ക് നിങ്ങൾ. പ്രവാചകന്റെ ഈ സൗമ്യഭാവം, എല്ലാവരോടുമുള്ള സ്നേഹം, വെളിയംകോട് ഉമർ ഖാദിയുടെ സല്ലല്ലാഹു എന്ന ബെയ്ത്ത്, അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ബെയ്ത്താണ്. ഉറപ്പല്ലേ? ഇത് ഞങ്ങൾ പണ്ട് പറഞ്ഞു, നിങ്ങളിപ്പോ പറഞ്ഞു. വ്യത്യാസമുണ്ടോ? ഉമറുൽ ഖാദി എവിടുന്നാ പാടിയത്? അള്ളാന്റെ റസൂലിന്റെ തിരുഹദറത്തിലേക്ക് ചെന്നില്ലേ ഉമറുൽ ഖാദി? എന്നിട്ടങ്ങ് പാടിപ്പോയില്ലേ? യഅക്റമുൽ ഖുറമ അലതബികും ഉമറുൽ ഫഖീറുൽ മുർതജീ ലിജനാബികും മജഫദും സലമിന്നൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ കൗനൈനി ഹയ്യം വമൈത ഫി തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഉമറുൽ മുത്തലിബിന്റെ കബറിങ്ങൾ ചെന്നുകൊണ്ട്, ആ റൗളയുടെ സമീപം ചെന്നുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തുനബിയെ, പാവപ്പെട്ട ഉമറിദാ അങ്ങകര മലബാറെന്ന് വന്നിരിക്കുന്ന നബിയെ, അങ്ങയുടെ പരിശുദ്ധമായ കബറിങ്ങളിലേക്ക് വന്നിരിക്കുന്ന നബിയെ, അങ്ങേടേക്കുന്ന വല്ലതും കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ പാവപ്പെട്ട ഉമറിദാ വന്നിരിക്കുന്ന നബിയെ, യാ റസൂലല്ലാഹ് അങ്ങനെ സഹായിക്കണം നബിയേ. ആ ബെയ്ത്താണ് ഈ സറൽ ബെയ്ത്ത്. റസൂലുള്ളാഹിന്റെ ഖബറിന് പോയിട്ട് സഹായം തേടി, സഹായം കിട്ടി. ചിലർ പറഞ്ഞാൽ മരിച്ച കഴിഞ്ഞു കേട്ടോ. എന്റെ ചില മുടിയന്മാർ പറയണത്, മരണപ്പെട്ടു പോയ റസൂലുള്ളാഹി തങ്ങൾക്ക് മരണാനന്തരം പിന്നൊന്നിനും കഴിയില്ല. അവർക്ക് ഉമറുൽ ഖാദിയെ തള്ളേണ്ടി വരും. നിങ്ങൾ ഒരു ടീമിങ്ങനെ ഉമറുൽ ഖാദിനെ അംഗീകരിച്ച് വരുമ്പോൾ നമ്മളെപ്പെട്ട ഒരു ടീം അങ്ങോട്ട് മാറിപ്പോകുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ അറിയാതെ ചട്ടിയിലേക്ക് വന്നു പോകാണ്. പോട്ടെ, ഏതൊരു അദ്ദേഹത്തിന് ആ ബെയ്ത്ത് പാടട്ടെ. പ്രവാചകന്റെ കീർത്തനമാണ്. ആ കീർത്തനം തുടങ്ങുന്നത്, അതിന്റെ ഒന്നാമത്തെ വരി പ്രവാചകന്റെ ഈ സ്വഭാവ മഹിമ പറഞ്ഞുകൊണ്ടാണ്. സ്വല്ലല്ലാഹു അലാ ഇബ്നി അബ്ദില്ലാഹി ദീ ഖുലുഖിൻ ബിനസ്സില്ലാഹി കാന അളീമാ ഫളൻ ഗലീദൻ ലം യകും ബല്ലൈനാ ബർറൻ റഊഫൽ മുഅ്മിനീന റഹീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുജാഹിദിന്റെ സമ്മേളനം കൊണ്ട് മുതലായില്ലേ നമുക്ക്? മുജാഹിദിന്റെ സമ്മേളനം കൊണ്ടതാ ഞാൻ പറഞ്ഞത്. ഇടക്കിടക്കൊരു സമ്മേളനം വരട്ടെ ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത സമ്മേളനത്തോടുകൂടെ എവിടേക്കെത്തി മുജാഹിദ്? ഇപ്പോ ഉമറുൽ ഖാദിയുടെ ബെയ്ത്ത് പാടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഏത് മുജാഹിദ്? ഒരു കാലത്ത് ഇതിനൊക്കെ നഖശിഖാന്തം എതിർത്തിരുന്ന മുജാഹിദ് അല്ലേ? ഉമറുൽ ഖാദിയുടെ ബെയ്ത്ത് മാത്രമല്ല,
പരിശുദ്ധ നബി മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടി ഉറക്കനെ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു കാലത്ത് കുറ്റപ്പെടുത്തിയിരുന്ന ആളുകളാണ് അല്ലേ? റസൂലുള്ളാഹി തങ്ങളെ പേരുള്ള മൗലൂദിനെ കളിയാക്കിയിരുന്ന ആളുകൾ, മദ്ഹ് കീർത്തനങ്ങളെ കളിയാക്കിയിരുന്ന ആളുകൾ ഇപ്പോൾ ഓരോന്ന് അംഗീകരിക്കുന്നവർക്കെത്തി. കാരണം 4 മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ നല്ലവരാണെങ്കിൽ പിന്നെ അവർ പാടി നമ്മൾ മാറല്ലോ. ഇവിടെ വെച്ചുകൂടി പറഞ്ഞെന്താ? അബൂ ഹനീഫ ഇമാമിനെ കുറിച്ചും 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ കുറിച്ച് എടരിക്കോട്ട് വെച്ച് പ്രസംഗിച്ചെന്താ? വലിയ മഹാരഥന്മാരാണ്. ആര് ആര്? ഷാഫി ഇമാം, അബൂ ഹനീഫ ഇമാം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു, റിദ്വാനുല്ലാഹി തആല അൻ കുല്ലി വാഹിദ് മിൻഹും അജ്മഈൻ. എടരിക്കോട്ട് സമ്മേളനത്തിൽ പ്രസംഗിക്കട്ടെ. അതുപോലെ തന്നെ ഭരണകൂടത്തിനെതിരായിട്ട് ഫത്വ നൽകിയതിന്റെ പേരിൽ മുർത്തദ്ദായിട്ട് മുദ്രയടിച്ച് ജയിലിലടക്കപ്പെട്ട് തലയടിച്ചു പൊട്ടിച്ചപ്പോഴും കീഴടങ്ങാതെ ഭരണാധികാരികൾ അന്യായമായിട്ട് അധീനപ്പെടുത്തിയിട്ടുള്ള ഭൂമിയിൽ തന്നെ മറവ് ചെയ്യാൻ പാടില്ലെന്ന് വസിയ്യത്ത് എഴുതി വെച്ച മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ് താൻ മനസ്സിലാക്കിയിട്ടുള്ള സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ചാട്ടവാറടിക്ക് വിധിക്കപ്പെട്ട ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഭരണാധികാരികൾ നടത്തുന്ന അനീതികൾക്കെതിരിൽ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ കാൽച്ചങ്ങലയിൽ ബന്ധിതനായിട്ട് കൽത്തുറുങ്കിൽ അടക്കപ്പെട്ട സന്ദർഭത്തിൽ സത്യത്തിന് വേണ്ടി നിലകൊണ്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഓരോന്നിങ്ങനെ എണ്ണാണ്. അടുത്താളി പറയട്ടെ. ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ സൃഷ്ടിവാദം ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ശക്തിയാർജിച്ചു വന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ചങ്ങലയിൽ ബന്ധിതനായിട്ട് കൽത്തുറുങ്കിൽ അടക്കപ്പെട്ട് ചാട്ടവാറടിയേറ്റ് ബോധക്ഷയം വന്നിട്ട് പോലും വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും താൻ മനസ്സിലാക്കിയിട്ടുള്ള ആദർശത്തിൽ നിന്ന് അണുവളവ് പിന്നോട്ട് പോവുകയില്ലെന്നുറക്കെ പ്രഖ്യാപിക്ക ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ്. പൂർത്തിയായില്ലേ? 4 മദ്ഹബിന്റെ ഇമാമുമായി ഒറ്റ ശാസ്ത്രല പാവം 4 പറഞ്ഞ് ഒപ്പിച്ചു തന്നു. നമുക്കിന്ന് പ്രസംഗിക്കണം എന്നുള്ള തീരുമാനം ഒൽക്കുണ്ടാവുമല്ലോ. നേരെ ഒരു സ്റ്റേജിൽ 4-5 സ്റ്റേജിലെ പരിപാടി നടന്നത്. ഒരു സ്റ്റേജിൽ ഷാഫി ഇമാമിനെ കുറിച്ചും, ഒരു സ്റ്റേജിൽ ഇമാം അഹ്മദ് റളിയല്ലാഹുവിനെ കുറിച്ചും, ഒരു സ്റ്റേജിൽ അബൂ ഹനീഫ കുറിച്ച് പറഞ്ഞ ക്ലിപ്പൊക്കെ അവിടെ കിട്ടാൻ നമ്മൾ അടങ്ങാറായിരുന്നു. അല്ല, ജിന്നുള്ളോണ്ട് പ്രയാസമല്ല, എന്നാലും ജിന്നുകൾക്കൊരു അടങ്ങാറുന്നല്ലേ. ഇതൊക്കെ പഠിപ്പിച്ചേരാൻ നിൽക്കണ്ടേ? 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. എവിടേക്കെത്തി നിങ്ങൾ ആലോചിക്കുന്നത്? അപ്പൊ നമ്മുടെ പാരമ്പര്യം, ഈ 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, അത് സുന്ദരമാണ്, അത് ക്ലിയർ ആണ്. ആര് സമ്മതിക്കുന്നു? മുജാഹിദ് സമ്മതിക്കുന്നു. എന്നാ ഇവരുടെ പാരമ്പര്യം ആരായിരുന്നു? അതുകൂടി നമ്മൾ പഠിക്കണല്ലോ. ഇതിന്റെ വിഷയത്തിലേക്ക് ഒന്നുകൂടി വരാം. ഇവരുടെ പാരമ്പര്യം ഏതായിരുന്നു? ഞാൻ പറഞ്ഞല്ലേ, എവിടുന്ന് തുടങ്ങി? എവിടുന്ന് തുടങ്ങുന്ന പാരമ്പര്യം? ആകെ പറയാനുള്ള 6 പതിറ്റാണ്ടിന്റെ പാരമ്പര്യം. ഇനി ഒന്നുകൂടി കയറി പറഞ്ഞാലുണ്ടാകുന്ന ഒരു പാരമ്പര്യം ആരതാ? ഇബ്നു തൈമിയുടെ പാരമ്പര്യം. ഇബ്നു തൈമിയുടെ കാലഘട്ടത്തിൽ കേരളത്തിൽ വഹാബിസം വന്നിട്ടില്ല കേട്ടോ. കേരളത്തിൽ വഹാബിസം വരുന്നത് കേവലം ഇവിടെ വന്നതുപോലെ പ്രാസ്ഥാനികമായിട്ട് ചിന്തിക്കുമ്പോൾ 6 പതിറ്റാണ്ടിന്റെ ഐക്യസംഘത്വങ്ങൾ അങ്ങോട്ട് കൂട്ടിച്ചേർക്കി പറയുമ്പോൾ ഏറി വന്നാൽ ഒരു 90 ആണ്ടിന്റെ പാരമ്പര്യം. അത്രയും ഇവർക്ക് ആദ്യമായിക്കൊണ്ട് ഇവർക്ക് പറയാനുണ്ടായിരുന്ന പാരമ്പര്യമാരാ ഇബ്നു തൈമി മുതലേ ഉണ്ടായിരുന്നു. ഞാൻ പറയേണ്ട എടരിക്കോട്ട് സമ്മേളനത്തിൽ അത് അവർ തന്നെ പറയട്ടെ. കഴിഞ്ഞ 7 നൂറ്റാണ്ട് കാലമായിട്ട് മുസ്ലിം നവോത്ഥാന സംരംഭങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രചോദനമേകിയിട്ടുള്ളത് വിശ്വാസ സാമൂഹിക ജീർണതകൾക്കെതിരിൽ സമരകാഹളം മുഴക്കിയ ഷൈഖുൽ ഇസ്ലാം അഹ്മദ് തഖിയുദ്ദീൻ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവர்களுടേതായിരുന്നു. ഇവിടെ എന്താ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്? ഒന്നും ഒരുക്കിയിട്ടില്ല. ഞങ്ങൾ മുജാഹിദ് സമ്മേളന നഗരങ്ങൾ കണ്ടിരുന്നോ? എന്തായിരുന്നു ആ നഗരി? കോടികൾ ചെലവഴിച്ചിട്ടായിരുന്നു സമ്മേളന നഗരി ഒരുക്കിയിരുന്നത്. സമ്മേളന നഗരിയും പന്തലുമൊക്കെ എന്തായിരുന്നത്? പക്ഷെ ആളെന്തായിരുന്നു? ആളുണ്ടായിരുന്നില്ല. അത് പിന്നെ അവരമുള്ള പ്രശ്നം അവിടെ ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. സമ്മേളന നഗരി നോക്കും നിങ്ങൾ. പിന്നെ അവർക്ക് പിന്നെ ആണും പണ്ടം കൂടി കിടക്കുന്ന കുഴപ്പമൊന്നുമില്ല, അത് വേറെ വിഷയം. ഏതെങ്കിലും ഒരു നീർച്ചയ്ക്കൊരു പെണ്ണ് നടന്നു പോയാൽ ശിർക്ക് കുഫ്ർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും. പക്ഷെ സമ്മേളനത്തിനായിട്ട് ഒരു കുഴപ്പമില്ല, ഹലാലാണ്. കാരണം തൗഹീദിന്റെ സമ്മേളനമാണല്ലോ. നിങ്ങൾ യഥേഷ്ടം സ്ത്രീകളും പുരുഷന്മാരൊക്കെ അതൊക്കെ കടന്നു പോകണുണ്ടോ? ഒരു കുഴപ്പമില്ല. നവോത്ഥാന നഗരിയായതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അവിടെ പഠിച്ചവനൊക്കെ തത്സമയം തന്നെ പുറത്തു കൊടുക്കുകയും ചെയ്യും. പോട്ടെ, അതോടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെയും ഒക്കെ അംഗീകരിച്ചവർ ഇവർക്ക് പറയാനുണ്ടായിരുന്ന ഇക്കാലം വരെ പറയാനുണ്ടായിരുന്ന പാരമ്പര്യം ആരെ പാരമ്പര്യമായിരുന്നു? ഇബ്നു തൈമിയുടെ പാരമ്പര്യം. ആരാ ഇബ്നു തൈമിയ്യ?
ഇബ്നു തൈമിയ്യ ആരാണ്? ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നേരത്തെ ഇവിടെ ബഹുമാനനായ ഇസ്മായിൽ സഖാഫി ഇബ്നു തൈമിയ്യയെ കുറിച്ച് പറഞ്ഞല്ലോ. പണ്ഡിത ലോകം ഇബ്നു തൈമിയ്യയെ കുറിച്ച് പറയുന്നത് അബ്ദുൻ അല്ലല്ലാഹുല്ലാഹ് വഫീ അഖ്ലിഹി ഷൈഉൻ. ഇബ്നു തൈമിയ്യയെ കുറിച്ച് പണ്ഡിത ലോകം പരിചയപ്പെടുത്തി എന്താ? അള്ളാഹു പിഴപ്പിച്ച മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തെ പിഴപ്പിച്ചു പോയി. വഫീ അഖ്ലിഹി ഷൈഉൻ. അദ്ദേഹത്തിന്റെ ബുദ്ധിക്കെന്തോ സംഭവിച്ചു പോയിട്ടുണ്ടെന്ന് ആരാ പറയുന്നത്? സമസ്തന്റെ ആലിമീങ്ങളല്ല, പൂർവകാല പണ്ഡിതന്മാർ, അദ്ദേഹത്തിന്റെ സമകാലികരായ പണ്ഡിതന്മാർ, ലോകം കണ്ട മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇബ്നു തൈമിയ്യയെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ലെന്നാണ്. ആ ഇബ്നു തൈമിയ്യയുടെ പാരമ്പര്യമാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. പിന്നെ അവർക്ക് പറയാനുണ്ടെന്ന പാരമ്പര്യമാരതാ? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പാരമ്പര്യം. മുഹമ്മദ് അബ്ദുൽ വഹാബ്, ഇതാണ് അവർക്ക് കാര്യമായിട്ട് പറയാനുണ്ടായിരുന്നത്. പറയട്ടെ, ഇവിടെ വെച്ച് പറഞ്ഞത് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ചായിരുന്നു. ഇവർക്ക് വേണ്ടി ഏറെ ശബ്ദിച്ച ആളാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ഇവിടെ പരിചയപ്പെടുത്തുകയുണ്ടായി എടരിക്കൊളിച്ചുകൊണ്ട്. പറയട്ടെ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച്. ആ മുസ്ലിം സമൂഹത്തിന്റെ നിദ്രാവസ്ഥയെ കണ്ടുകൊണ്ട് സങ്കടത്തോടുകൂടി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവരെ ഉണർത്തുന്നതിനും ഉയർത്തുന്നതിനും വേണ്ടി പരിശ്രമിച്ച മഹാനായ നവോത്ഥാന നായകനായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ. കണ്ടോ, ഇതായിരുന്നു ഇവരുടെ പാരമ്പര്യത്തിൽ ഇവർക്ക് ആകെ എണ്ണാനുണ്ടായത് രണ്ടാൾ. ഒന്ന് ഇബ്നു തൈമിയ്യ, രണ്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ്. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിന് സമൂഹം പറഞ്ഞൊരു വിഷയം എന്താ? അദ്ദേഹം തീവ്രവാദിയാണ്, അദ്ദേഹം ഖബർ പൊളിയനാണ്. അദ്ദേഹം തന്നെ പറയട്ടെ കാര്യം. അദ്ദേഹം മനുഷ്യ മനസ്സുകളെ വിശാലമായ ചിന്തയുടെ വിഹായസ്സുകളിലേക്ക് പറന്നുയരുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കുകയായിരുന്നു. അതിന് തയ്യാറാകാതെ നിന്ന, അതിന് തടസ്സം സൃഷ്ടിച്ചിരുന്ന, അവരെ ചങ്ങലക്കെട്ടുകളിൽ മുറുക്കിയിരുന്ന യാഥാസ്ഥിക വിഭാഗത്തിനെതിരിൽ ശക്തമായ രൂപത്തിൽ നവോത്ഥാനം പ്രസരിപ്പിച്ചുകൊണ്ട് പൊരുതുകയാണ് അദ്ദേഹം ചെയ്തത്. ആ മഹാനായ പണ്ഡിതനെ തീവ്രവാദിയും ഭീകരവാദിയും ഖബറുപൊളിയനുമായി മുദ്രവടിക്കുവാനുള്ള നവീന യാഥാസ്ഥിക വിഭാഗത്തിന്റെ ഗൂഢനീക്കങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കണ്ടോ, മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് ഖബർ പൊളിയൻ എന്നൊരു പ്രചാരമുണ്ടായിരുന്നു. ഇനി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൂ മുഹമ്മദ് അബ്ദുൽ വഹാബ് ഒട്ടേറെ ഖബർ പൊളിച്ചിട്ടുണ്ട്. അപ്പൊ ആരോപണമല്ലാതെ മനസ്സിലായില്ലേ? മുഹമ്മദ് അബ്ദുൽ വഹാബ് സൗദിയുടെ അധികാരം അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയപ്പോ ഒട്ടേറെ ഖബറുകളുടെ മുകളിലുള്ള കുപ്പ പൊളിച്ചു കളഞ്ഞു. എന്തിനേറെ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട സഹോദരൻ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ഖബറിന്റെ മുകളിലുണ്ടായിരുന്ന പരിശുദ്ധമായ കുബ്ബ തച്ച് തകർത്താളാണ് സാക്ഷാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ്. നേരത്തെ അദ്ദേഹം പറഞ്ഞെന്താ? ഖബർ പൊളി എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹം ചെയ്തൊരു സേവനമായിട്ട് പറയട്ടെ. യഥാർത്ഥത്തിൽ ഉയയിനയിൽ അത്ഭുത സിദ്ധിയുണ്ടെന്ന വിശ്വാസത്തോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ ഇലകളും ശിഖിരങ്ങളും എടുത്ത് പുണ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടും ആ മരത്തിന്റെ അടുക്കലേക്ക് തീർത്ഥയാത്ര നടത്തുന്നതിന് വേണ്ടിയിട്ടും ആളുകൾ ശ്രമിച്ചപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആശയത്തെയും ആദർശത്തെയും നെഞ്ചേറ്റിക്കൊണ്ടും ആ ആദർശത്തെ നടപ്പിലാക്കിയിട്ടുള്ള ഖുലഫാഉർ റാഷിദുകളുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടും ആ വൃക്ഷത്തെ മുറിച്ചു കളയുകയായിരുന്നു. അതിന്റെ അടിവേര് വരെ മുറിച്ചു കളയുകയായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ ചെയ്തത്. ജുബൈൽ പട്ടണത്തിൽ സയ്യിദ് ബിൻ ഖത്താബ് എന്ന് പറയുന്ന ഒരു സിദ്ധന്റെ ആരുടെ സയ്യിദ് ബിൻ ഖത്താബ് എന്ന് പറയുന്ന ഒരു സിദ്ധന്റെ ആരാ സയ്യിദ് ബിൻ ഖത്താബ് അറിയോ? സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട സഹോദരൻ സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പറയട്ടെ. ഒരു മഹാനവറുകളുടെ ഖബറിന് മുന്നിൽ അതിന്റെ മുകളിൽ കുബ്ബ ഉയർത്തുകയും എന്നിട്ട് അവിടെ നേർച്ച വഴിപാടുകളും പൂജകളും നടക്കുകയും ചെയ്യുന്ന സാഹചര്യം കണ്ടപ്പോൾ, ആ അന്ധവിശ്വാസത്തിനെതിരെ പ്രതികരിക്കുവാനുള്ള അനുകൂല സാഹചര്യം ലഭിച്ചപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളുമായി അങ്ങോട്ട് കടന്നു വരികയും ആളുകളൊക്കെ ഭയന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു വിശ്വാസി, തൗഹീദിന്റെ ആദർശം സ്വീകരിക്കുന്ന ഒരു വിശ്വാസി നിർഭയരാകണമെന്ന സന്ദേശം ആളുകൾക്ക് പകർന്നു നൽകിക്കൊണ്ട് സ്വന്തം കൈകൊണ്ട് ശൈഖ് അവറുകൾ ആ കുബ്ബ പൊളിക്കുകയുമാണ് ചെയ്തത്. എന്താ അദ്ദേഹം ചെയ്ത സേവനം? ആദ്യം പറഞ്ഞെന്താ? ഖബറൊക്കെ പൊളിച്ച ഒരു ആരോപണം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ പറയുന്നു, സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ഖബറിന്റെ മുകളിലുള്ള കുബ്ബയുണ്ടല്ലോ, ആ കുബ്ബ തച്ച് തകർത്ത വ്യക്തിയാണ്. എത്ര കുബ്ബകൾ! അത് മാത്രമൊന്നുമല്ല, ഇന്ന് സൗദിയിൽ ചെന്നാൽ ഖബറിന്റെ മുകളിൽ കുബ്ബ കാണാറില്ല. എന്നിട്ട് ഇവരെന്താ പറയാ? കണ്ടോ, അക്കാലഘട്ടത്തിൽ കുബ്ബ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാ കുബ്ബ ഇല്ലാത്തത്. അതുകൊണ്ടല്ല, കുബ്ബ ഉണ്ടായിരുന്ന ഒരു കാലത്ത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ മദീനയിൽ ചെന്നാൽ, മദീന ലൈബ്രറിയിൽ ചെന്നാൽ അവിടെ പഴയ കാലത്ത് മദീനയെ പരിചയപ്പെടുത്തുന്ന പഴയ കിതാബുകളുണ്ട്, ഫോട്ടോ സഹിതമുള്ളത്.
മാത്രമല്ല അവിടെയുണ്ടൊരു LCD, പഴയകാലത്തെ മദീനയെ കാണിക്കുന്ന LCD, അതിൽ ജന്നത്തുൽ ബഖീന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അതിലൊക്കെ ഖബറിന് മുകളിൽ കുബ്ബയുണ്ട്. ആരാ തകർത്ത് കളഞ്ഞത്? മുഹമ്മദ് അബ്ദുൽ വഹാബ്. കേരളത്തിലൊരു ശ്രമം നടത്തിയില്ലേ? നോക്കൂ നിങ്ങൾ, എന്റെ കയ്യിൽ കാണുന്നത് മടവൂർ വിഭാഗത്തിന്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ സുവനീറാണ്. ഈ സമ്മേളന സുവനീറിൽ ഇവരെന്താ പരിചയപ്പെടുന്നത്? വിഗ്രഹധ്വംസനം അഥവാ ജാറം പൊളി. എന്ത്? വിഗ്രഹധ്വംസനം അഥവാ ജാറം പൊളി. കേട്ടോളൂ, വലിയ പള്ളിയുടെ ചെരുവിൽ നിർമ്മിച്ചിരുന്ന ജാറം പൊളിച്ചു മാറ്റാൻ തൗഹീദിന്റെ ആളുകൾ തീരുമാനിച്ചു. ഇവർ ചെയ്ത സേവനാണിത്. വലിയ പള്ളിന്റെ സൈഡിലുണ്ടായിരുന്നൊരു ജാറം, അതിനൊരു പറഞ്ഞ വിഗ്രഹധ്വംസനം, അത് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചു. വെള്ളിയാഴ്ച ഖുതുബക്ക് ശേഷം പൊളിക്കാനായിരുന്നു തീരുമാനം. ജുമാ കഴിഞ്ഞിട്ട് നേരെ പോകുക ഖബർ പൊളിക്കാൻ. ഇതവർ ചെയ്ത സേവനം. ഇതാര് പഠിപ്പിച്ചു കൊടുത്ത സേവന? മുഹമ്മദ് അബ്ദുൽ വഹാബ്. അപ്പൊ ഇവർക്ക് എണ്ണാനുണ്ടായിരുന്ന രണ്ടാമത്തെ ആള് മുഹമ്മദ് അബ്ദുൽ വഹാബ്. എന്നാൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ വഹാബിസം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി, വിവിധ രീതിയിലായി. കേരളത്തിലേക്ക് വഹാബിസം എത്തുന്നത് നേരിട്ട് സൗദി നിന്നിട്ടല്ല എത്തിയത്. പിന്നെ എങ്ങനെ എത്തിയത്? ഈജിപ്തിലൂടെയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആശയം സ്വീകരിച്ച റഷീദുല്ല, ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന ത്രിമൂർത്തികളിലൂടെയാണ് കേരളത്തിലേക്ക് വഹാബിസം എത്തുന്നത്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലെ വഹാബിസവും കേരളത്തിലെ വഹാബിസവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. റഷീദുല്ലയുടെ പത്രമാകുന്ന അൽമനാർ, മജ്ലത്തുൽ മനാർ, കേരളത്തിലെ ഇവരുടെ നേതാവായ വക്കം മൗലവിയും KM മൗലവിയും വരുത്തുകയും അതിൽ ആകൃഷ്ടനായിക്കൊണ്ട് അങ്ങനെയാണ് കേരളത്തിൽ ഈ പ്രസ്ഥാനം തുടങ്ങുന്നത്. കേരളത്തിൽ ഈ സംഘടന തുടങ്ങുന്നത് അങ്ങനെ റഷീദുല്ലയുടെ ആ പത്രം വരുത്തിയിട്ട്. എന്താ പത്രത്തിന്റെ പേര്? അൽമനാർ. അതുകൊണ്ടാണ് ഇവരുടെ പത്രത്തിന്റെ മാസിക തുടങ്ങിയപ്പോൾ ഒരു പേരിട്ടത് അൽമനാർ. വക്കം മൗലവി ഒരു പത്രം തുടങ്ങി, അതിന്റെ മലയാളത്തിൽ പേരിട്ടു ദീപിക. എന്തേ ദീപിക എന്ന് പേരിടാൻ കാരണം? അൽമനാറിന്റെ അതേ അർത്ഥം വരട്ടെ എന്ന് ചിന്തിച്ചിട്ട്. അത്രത്തോളം റഷീദിൽ ആഗ്രഹരായിരുന്നു കേരളത്തിലെ വക്കം മൗലവിയും KM മൗലവി. ഞാൻ പറയേണ്ട, അത് പറയാൻ ഏറ്റവും നല്ലത് എടരിക്കോട് സമ്മേളനം തന്നെയാണ്. അവർ പറയട്ടെ. എടരിക്കോട് സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പറയുന്നു റഷീദിന്റെ സ്വാധീനത്തെക്കുറിച്ച്. അതിന് കാരണം എന്താ പറയട്ടെ, ഇവിടുന്ന് പറയട്ടെ. ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുത, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്നത്, നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, അത് നജ്ദിലെയോ അല്ലെങ്കിൽ ഈജിപ്തിലെയോ ഇസ്ലാഹി പ്രവർത്തനങ്ങളുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് ആയിരുന്നില്ല, അതിന്റെ ഒരു പതിപ്പായിരുന്നില്ല. മറിച്ച് നഖ്ലിയായിട്ടുള്ള വിഷയങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിച്ചിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെയും അതുപോലെ തന്നെ പ്രമാണങ്ങൾക്കൊപ്പം യുക്തിയും ബുദ്ധിയും അഖിലും ഉപയോഗപ്പെടുത്തണം എന്ന് ശക്തമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിരുന്ന ഈജിപ്ഷ്യൻ സരണിയെയും സമ്യക്കായി ഉൾക്കൊള്ളുന്ന ഒരു ഇസ്ലാഹി നവോത്ഥാന രീതിയാണ് കേരളക്കരയിൽ പിന്തുടർന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കേരളത്തിലെ ആദ്യകാല ഇസ്ലാഹി നേതാക്കന്മാർ ശ്രമിച്ചത് ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. മാത്രമല്ല കേരളത്തിലെ സാഹചര്യം ഈജിപ്തിലെ സാമൂഹിക സാഹചര്യവുമായിട്ടായിരുന്നു കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പ്രഥമ പുരുഷനായി ഗണിക്കപ്പെടുന്ന വക്കം മൗലവി, ആ വക്കം മൗലവിയുടെ ചരിത്രം വായിച്ചാൽ അദ്ദേഹത്തെ സൗദിയേക്കാൾ സ്വാധീനിച്ചത് ഈജിപ്തായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. വക്കം മൗലവിയുടെ ദീപിക എന്ന പത്രം, ആ പത്രം തന്നെ അൽമനാർ എന്ന് പറയുന്നതിന്റെ നേരെ അർത്ഥമാണ്, അതിന്റെ മലയാളത്തിലുള്ള അർത്ഥമാണ് ദീപിക. അദ്ദേഹം നടപ്പിൽ വരുത്തിയ പത്രത്തിന് തന്നെ സ്വീകരിച്ചത് അപ്പേരാണ്. പിൽക്കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം മുഖപത്രമായി സ്വീകരിച്ചിട്ടുള്ളതും അപ്പേര് തന്നെയായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കണ്ടോ? അപ്പൊ ഈജിപ്തിലെ 3 പണ്ഡിതന്മാർ, റഷീദുല്ല, ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന 3 ആളുകളാണ് കേരള വഹാബികളെ ആകർഷിച്ചത്. എന്നാൽ ആ പണ്ഡിതന്മാരെ കുറിച്ച് ഇപ്പോൾ അവർ പറയുന്നത് എന്താ? എന്റെ കയ്യിൽ കാണുന്ന മടവൂർ വിഭാഗത്തിന്റെ നേതാവ് MI മുഹമ്മദ് അലി സുല്ലം എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നു, ഗൾഫിലെ ഒരു പണ്ഡിതന്മാർക്കും ഇഷ്ടമില്ലാത്ത ആളാണ് ആര്? റഷീദുല്ലയും ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു. മാത്രമല്ല ഗൾഫിലെ പണ്ഡിതന്മാർ ഇവരെ പരിചയപ്പെടുന്നത് മുസ്ലിമീങ്ങളുടെ നേതാവായിട്ടല്ല, പാശ്ചാത്യൻ ഏജൻസിയായിട്ടാണ്. മുസ്ലിം വിരുദ്ധരുടെ ഏജന്റാണ് ആര്? ഇന്ന് കേരളത്തിലെ വഹാബികൾ പഴയ കാലം മുതൽ ഇവരുടെ ഏറ്റവും വലിയ നവോത്ഥാന നായകരായി പരിചയപ്പെടുത്തിയ റഷീദുല്ലയെ കുറിച്ചും ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ചും മുഹമ്മദ് അബ്ദുവിനെ കുറിച്ചും ഇവരുടെ പുസ്തകം തന്നെ പറയുന്നു, ഗൾഫിൽ ഒരു പണ്ഡിതന്മാർക്കും ഇവരോട് താല്പര്യമില്ല.
അപ്പൊ ഇവർ നവോത്ഥാന നായകരായിട്ട് കണ്ട ആളുകൾ ശരിയല്ലെന്ന് ഇവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നു. നമ്മൾ കണ്ടിരുന്ന നേതാക്കന്മാരെ കുറിച്ച് ഇവർ പറയുന്നു അവർ നല്ലവരാണ് താൻ. എങ്കിൽ പിന്നെ ഏതാ നല്ലത്? ഈ നല്ലതിനെ കൂടെ നിൽക്കലല്ലേ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ കൂനൂ മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, ഇതാ ഒരു എതിർപ്പുമില്ലാത്ത, ആർക്കും എതിർപ്പില്ലാത്ത, ആർക്കും ഒരു ആരോപണം ഉന്നയിക്കാൻ പോലും കഴിയാത്ത മഹാനായ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ നല്ലൊരു നേതൃത്വം ഇവിടെയുണ്ട്. കൂനൂ മഅസ്സാദിഖീൻ. 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ആ സത്യസന്ധരോട് കൂടെയാവുക. അതല്ലേ നമുക്ക് നല്ലത്? അതല്ലേ നമുക്ക് അഭികാമ്യം? അൽഹംദുലില്ലാഹ്, മാറ്റം വന്നപ്പോൾ അതിലെല്ലായിടത്തും മാറ്റം വന്നത്. എല്ലായിടത്തും മാറ്റം വന്ന് കണ്ടില്ല നിങ്ങൾ? ഇപ്പൊ എന്തായി? പഴയ കാലത്ത് മൗലൂദിനെ കളിയാക്കിയ ആളുകൾ, ബുർദനെ കളിയാക്കിയ ആൾക്കാര് ഇപ്പോ ഇവരെ വേദിയിൽ ബുർദ ചെല്ലാൻ തുടങ്ങി. ബുർദ ചൊല്ലിയില്ലേ? ബുർദ ചൊല്ലി ആര് ചെല്ലുന്നു? മുജാഹിദിന്റെ നേതാവ്, മടവൂർ വിഭാഗത്തിന്റെ നേതാവ് മുജാഹിദിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ബുർദ ചൊല്ലുകയാ, ബുർദയുടെ മദ്ഹ് പറയുകയാ. കൂട്ടരെ, ഇനി ഇടയ്ക്കൂടെ നമുക്ക് 2 സമ്മേളനം ഇനി ഒന്നാക്കിക്കൂടെ? ഇനി കുറച്ച് ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. ആ കൈ ഇങ്ങനെ ആര് കെട്ട്, നിങ്ങൾ കണ്ടില്ല ഇവിടെ സമ്മേളനത്തിൽ ചിലർ കെട്ടിയുന്നത്? ഞാൻ ആ സമ്മേളനത്തിന്റെ നഗരി നോക്കിയപ്പോ ചിലർ ഇവിടെ കെട്ട്, ചിലർ കൊണ്ട് കുളത്തി വെച്ചു, ഇങ്ങനെ ചിലർ ഇങ്ങനെ ഇറുക്കി വെച്ചു, ചിലർ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു, ചിലർ താഴത്തോണ്ട് വെച്ചു. ഒരു കഥയില്ലേ, തോണൂർക്കൊക്കെ തോണെടുത്ത് കെട്ടാ. ഓരോരുത്തർക്കും എവിടെ തോന്നുന്നത്? അല്ല, നിങ്ങൾ ഒരു സമ്മേളനത്തിന്റെ കെട്ടണ്ടല്ലേ? അറബികളൊക്കെ നോക്കിയിട്ടുള്ളത്, അറബികളൊക്കെ കെട്ടിക്കുന്നത് നെഞ്ചിന്റെ താഴെയായിരിക്കും. മുജാഹിദ് കൊണ്ടിട്ട് കുളത്തി വെച്ചിട്ടുണ്ടാവും. സമ്മേളനത്തിനൊന്നും മുജാഹിദുകളിലും വേണ്ടേ? മുജാഹിദുകൾ സമ്മേളനത്തിന് കൊണ്ടുവന്ന അറബികളെങ്കിലും കൈകാര്യം ചെയ്യണ്ടേ? അറബികളൊക്കെ നെഞ്ചിന്റെ താഴെ, ഇവരോ നെഞ്ചിന്റെ മുകളിലും. അത് തന്നെ ഇവർ പല രീതിയിലാണ്. ഹുസൈൻ മടവൂരിന്റെ കൈയൊക്കെ നോക്കുമ്പോൾ നെഞ്ചിന്റെ മുകളിലാണോ താഴെയാണോ എന്ന് പറയാൻ പറ്റാത്ത ഘട്ടത്തില്ല. കാരണം അപ്പുറത്ത് അറബിയുള്ളത്, അപ്പൊ അറബിക്കൊപ്പിച്ചിട്ട് കീപ്പിട്ട് ഇറക്കണം. ഇപ്പുറത്തെ മുജാഹിദിന്റെ ഒപ്പിച്ച് കീപ്പിട്ടാണ്. അങ്ങനെ ഹുസൈൻ മടവൂർ കൈയ്യട്ടിക്കുന്നത് അത് എവിടേക്കാ വെക്കേണ്ടത് ഇവർക്ക് കൊടുത്തല്ല. അറബികളെ പറ്റിക്കണോ ഇവരെ നോക്കണോ? നോക്കിങ്ങൾ നിസ്കാരം നടക്കട്ടെ. മുജാഹിദ് സമ്മേളനത്തിലെ നിസ്കാരം പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ചിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. തൗഹീദ് നഗരിയായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒരുമിച്ചാണ് നമ്മൾ കണ്ട സ്ക്രീനിലൊക്കെ ഉള്ളത്. പോട്ടെ, ഞങ്ങൾ ഹുസൈൻ മടവൂരിനോട് കാണാൻ കഴിയും. ഇദ്ദേഹത്തിന്റെ ആ കൈയ്യണത് നിങ്ങൾ ഇപ്പുറത്ത് അറബികളുള്ളതുകൊണ്ട് മൂപ്പർക്ക് വല്ലാതെ പൊന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത്രയുള്ളവർ കാര്യങ്ങൾ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഒരു കാലത്തെല്ലാം എതിർത്ത ആളുകൾ ഇപ്പൊ ഓരോന്ന് തുടങ്ങി. ഇപ്പതാ അൽഹംദുലില്ലാഹ് ഇപ്പൊ ബുർദ ചെല്ലാൻ തുടങ്ങിയിരിക്കുകയാണ്. ബുർദ ചെല്ലാൻ തുടങ്ങി. എവിടെ ബുർദ ചെല്ലുന്നത്? മുജാഹിദിന്റെ സമ്മേളനത്തിൽ ബുർദ. ആരാ ബുർദ ചെല്ലുന്നത്? നിസാരക്കാരനല്ല, മുജാഹിദിന്റെ പ്രമുഖനായ പണ്ഡിതൻ, അവരുടെ വലിയൊരു നേതാവ്. അദ്ദേഹം ബുർദ ഇങ്ങനെ ചൊല്ലിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് എന്തേ പറയാനുള്ളൂ എന്നറിയുള്ളൂ? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഒന്ന് നമുക്ക് ചൊല്ലിക്കൊടുക്കാം. മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആരാപ്പം ബുർദയിലുള്ളത്? റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ വേണ്ടി ഇവർക്ക് കിട്ടിയപ്പോൾ ബുർദയിലെ വരികളാണ്. ആര്? ഒരു കാലത്ത് ബുർദയെ കളിയാക്കിയ ആളുകൾ. ഒരു മൗലവി ബുർദനെ കളിയാക്കുന്നുണ്ടെങ്കിൽ അയാളെ പറയാ ബുർദ. ഇവർക്ക് സ്റ്റേജിൽ കയറിയിട്ട് എന്തൊരു പേരക്കം പറയുന്നുണ്ട്. ആ പേരൊക്കെ ഇട്ടിട്ട് അയാളെ ബുർദനെ ഇങ്ങനെ കളിയാക്കിയിട്ട് ആമിന്തത്തെ കുറിച്ച് കളിയാക്കുന്നുണ്ടോ നിങ്ങൾ? അതിന്റെ മുമ്പ് സാമ്പിൾ ബോട്ടിൽസ് ഇങ്ങനെ നിന്നിട്ട് കണ്ടിട്ട് ഇങ്ങനെ മൊയ്ലിയമാർ 5-8 അങ്ങനെ ആമിന്ദൂരിനെ കളിയാക്കുക. ഇനി മറ്റൊരു മൂലം ബുർദനെ കളിയാക്കണുണ്ടോ? കുറച്ചൊന്നും ഇവര് കുരുത്തക്കേട് വാങ്ങിച്ചുകൊണ്ട് ഇവർ ഒരു വട്ടൊന്നും ബുർദില്ല പോരാ. എനിക്ക് തോന്നുന്നു ഒരു ബുർദ സമ്മേളനം നടത്തേണ്ടി വരും. ഇതൊക്കെ ഇവിടെ മേത്തിന്റെ ഇറങ്ങി പോണെങ്കിൽ ജിന്നിന് ഇറക്കും പോലെ ഇറക്കണം ഓരോന്നാള്. അത്ര കരഞ്ഞു കളിയാക്കണോ? നിങ്ങള് ജക്കരിയ സാറായി ബുർദനെ കളിയാക്കണുണ്ടോ? അപ്പൊ
അത് ഏത് സ്റ്റൈലാ കിട്ടുക ആ സ്റ്റൈലോ ഏത് സ്റ്റൈലാ കിട്ടുക ആ സ്റ്റൈലിലൊക്കെ ഞാൻ അടുത്ത സ്റ്റൈലുണ്ടോ എങ്ങനത്തെ സ്റ്റൈല് നല്ല സ്റ്റൈലല്ലേ ആ അടുത്ത സ്റ്റൈലാ ലിംദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അറബി ഭാഷയെ എരപ്പാക്കുന്ന വഷളാക്കുന്ന നടുറോട്ടിലിട്ട് കൊഞ്ഞനം കാട്ടുന്ന മുസ്ലിയാരുട്ടികളുടെയും മഹല്ല് കാരണവന്മാരുടെയും സ്വലാത്ത് അടുത്ത സ്റ്റൈല് മൗലായ സല്ലീവ സാലിംദായി മനാബ് ദാ. ഇനി അടുത്ത യാനേബി. നീ നബിക്ക് ഒരു സലാങ്ങളുണ്ടോ? നബിക്ക് സലാങ്ങളുണ്ട്. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക. നബി നിങ്ങൾക്ക് നബിനെങ്ങനെ വിളിച്ച് പറയാ? ഇങ്ങനെ മുഹമ്മദിക്ക് സലാങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഇല്ലാലോ. ഞാൻ ബിച്ചമ്മനെ കണ്ടപ്പോ ബിച്ചമ്മോ സലാം അലൈക്കും പാലത്തെ സലാം അലൈക്കും എന്താ പറയും? മൂപ്പന്റെ പീസൂരി അടിച്ചു പോയി കിട്ടോ. അതെങ്ങനെയാ പീസൂരി അടിച്ചുപോയി? എന്ത് നബിന്റെ പേര് സലാം പറഞ്ഞപ്പോഴേക്ക് പീസൂരി അടിച്ചുപോയി. ഞാൻ അടുത്ത ആള് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാപ്പാനോട് പാട്ട് പാടിയാൽ 10 റുപ്യ ചോദിച്ചിട്ട് പാട്ട് പാടിയാൽ ഒരൊറ്റ അടി തരില്ലേ? ഇല്ലേ? ഇല്ലേ? അള്ളാഹനോട് പ്രാർത്ഥിക്കുന്ന കോലായത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇതെന്താ കൂത്ത? ഏത് സലാത്തെ? ഇതെന്താ കൂത്ത? ഇതെന്താ പാട്ടാ? ഒരു കാര്യത്ത് പറഞ്ഞത് അങ്ങനെയൊക്കെയാ. ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? ഇല്ല. ഇതാരവക? മുസ്ലിയാക്കന്മാരെ. ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ സലാത്ത് ചെല്ലിയാൽ, നമ്മൾ യാനേബി ചെല്ലിയാൽ, നമ്മൾ ബുർദ ചെല്ലിയാൽ ഇതൊക്കെ തെറ്റ്. പാട്ട് പാടാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. എന്നാലോ സമ്മേളനത്തിനുള്ളിൽ വെറും പാട്ട് തന്നെ. സമ്മേളനത്തിൽ ഓരോ സെഷനിലും പുട്ടിന് തേങ്ങടുമ്പോൾ ഇടക്കിടക്ക് പാട്ടാ. ഒരു പാട്ടൊക്കെ സഹിക്കാം. എന്താ പാട്ട്? നേതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് പാട്ട്, സ്വർഗത്തിനെ കുറിച്ചുകൊണ്ട് പാട്ട്, ഇന്ത്യയെ കുറിച്ച് പാട്ട്, പലതരത്തിലുള്ള പാട്ടുകൾ. അത് ആൺകുട്ടികളെ പാട്ട് വേറെ, പെൺകുട്ടികളെ പാട്ട് വേറെ. ഒരു ഏരിയ ഫുള്ള് ചിൽഡ്രൻ പാർക്ക് എന്ന് പറഞ്ഞൊരു ഏരിയ, അവിടെ ഫുള്ള് പാട്ട്. നമ്മുടെ സമ്മേളനത്തിന് മുമ്പാകാരം നന്നായിട്ടോ. ഞാൻ ഇതൊക്കെ പറഞ്ഞ നിങ്ങളൊക്കെ കണ്ട് പോകുന്നില്ലേ? നമ്മളിത് എടുക്കണല്ലോ, ആർക്ക് പോകേണ്ടിരുന്നു. ഇതുവരെ പാട്ട് എന്താണ് സലാത്തിനെ കുറിച്ച് എന്താ വെച്ചത്? ഇതെന്താ പാട്ട? ഇതെന്താ കൂത്ത? ഇതൊന്നും പാടാൻ പാടില്ല, ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾ നോക്കൂ നിങ്ങൾ. ഞാൻ പ്രോഗ്രാം നോട്ടീസ് വായിക്കാം. ഫെബ്രുവരി 8 ശനി 9 PM to 10 PM പന്തൽ സർഗനിശ. പ്രതിഭകളുടെ കലാപരിപാടികൾ എന്തൊക്കെയാണുള്ളത്? 1 ഗാനശില്പം, 2 രംഗാവിഷ്കാരം, 3 കഥാപ്രസംഗം, 4 ഗാനങ്ങൾ, 5 ദഫ്മുട്ട്. മുജാഹിദിന്റെ സമ്മേളനത്തിൽ നടക്കുന്ന പ്രോഗ്രാം നോട്ടീസാണത്. ദഫ്മുട്ടായി. നമ്മളൊക്കെ മുട്ടിയപ്പോ ഷിർക്കായിട്ട്. ഇപ്പോഴോ തൗഹീദിന്റെ മുട്ടാണ്. ആ മുട്ട അങ്ങനെയാണല്ലോ. പിന്നെയോ കോൽക്കളി, ദഫ്മുട്ടും കോൽക്കളിയും. അവരുടെ വർത്തമാന പത്രത്തിൽ കളർ ഫോട്ടോ സഹിതം, ഏതെങ്കിലും പത്രത്തിലെന്ന് പറയണ്ട, അവരുടെ വർത്തമാന പത്രത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ദിവസങ്ങളിലെ പത്രങ്ങളിലൊക്കെ ആ ഫോട്ടോകൾ വരുന്നു. എങ്ങനെ വരുന്നെങ്കിൽ നല്ല കളർ ഫോട്ടോ. കലയുടെ നന്മ പറഞ്ഞ സർഗവിരുന്നിന്റെ മധുരവും. ഇതാ അടുത്ത ഫോട്ടോ. എല്ലാ പത്രങ്ങളിലും കാര്യമായിട്ട് കൊടുത്തെന്താ? ദഫ്മുട്ട്, കോൽക്കളി. ആർക്ക്? ഒരു വട്ടം സലാത്ത് ചെല്ലുമ്പോഴേക്ക് ആ സലാത്തിനെ കുറ്റപ്പെടുത്തിയ വഹാബികൾ. സലാത്തിൽ ഇപ്പൊ എന്ത് ചോദിച്ചത്? എന്താ പാട്ടാ കൂത്ത എന്ന് ചോദിച്ച ആളുകൾ. സമ്മേളനത്തിൽ ഇപ്പൊ എന്താ? പാട്ട്. നടക്കട്ടെ പാട്ട്. ഇനി പെൺകുട്ടികൾ ആടി പാടുന്നുണ്ടോ? പെൺകുട്ടികളെ പാട്ട്. എല്ലാവരുടെ പാട്ടുണ്ട്. പെൺകുട്ടികളൊരു ഭാഗത്ത്, ആൺകുട്ടികളൊരു ഭാഗത്ത്, പിന്നെ എല്ലാവരും കൂടി സംയുക്തമായിട്ടുള്ള പാട്ട്. സംഭവം തകൃതിയായിരുന്നു.
കാരണം പല ആൾക്കാർക്കൊന്നും കുറെ എന്തേലും വെച്ച് വന്നവരുണ്ടെന്ന് അവർക്കും പോയിക്കോട്ടെ വെച്ചിട്ട് അതിന് വിവിധ പന്തലിട്ട് വെച്ചിരിക്കുന്നു. എല്ലാവർക്കും പാടാനും എല്ലാവർക്കും ആടാനും കോൽക്കളി കളിക്കാനും ദഫ് മുട്ടാനും എല്ലാത്തിനും കുഴപ്പമില്ല. കാരണം അത് തൗഹീദിന്റെ വേദിയിലാകുമ്പോൾ നവോത്ഥാനത്തിന്റെ വേദിയിലാകും. ഞങ്ങൾ നമ്മളെ മദ്രസയുടെ കുട്ടികളുടെ 2ാം ക്ലാസ് തൊട്ട് നിന്നിട്ട് നമ്മുടെ നബിയവർ ആരാണ്, മുത്തു മുഹമ്മദ് നബിയാണ്, ഉമ്മ ആമിന ബീവിയാണ്, ഉപ്പ അബ്ദുള്ളയുമാ. ഇത് ശിർക്ക്. എന്നാലോ മുജാഹിദിന്റെ കുട്ടി ഒന്ന് പാടിയാലോ അല്ലാഹ് തൗഹീദ് കേട്ടോളി. കാണുമ്പോൾ നയനങ്ങൾ നനയുന്നു സുബ്ഹാനേ. ഇതിപ്പോ ആരെ വിളിച്ചാ പറഞ്ഞത്? അള്ളാനെ വിളിച്ചിട്ട്. നേരത്തെ മൗലവി പറഞ്ഞെന്താ വാപ്പാനെ വിളിച്ചാൻ പറ്റും പാട്ട് പാടുമ്പോ? എന്നിട്ടല്ലേ അള്ളാനെ വിളിച്ച് പാട്ട് പാടുന്നു. ഇനി കുറച്ച് അപ്പുറത്തെ സംഘഗാനം ഉണ്ട്, കുറച്ച് മതി, എല്ലാം നമുക്ക് ഉണ്ട് സംഘഗാനം ഉണ്ട്. എന്ത് ആട്ടമാ അല്ലേ മുജാഹിദിന്റെ പേരിൽ എത്ര സുഖസുന്ദരമായിട്ട് ആടുന്നു, ഒരു കുഴപ്പമില്ല. നമ്മള് ബുർദ ചെല്ലുമ്പോ പുണ്യനബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി അറിയാതൊന്ന് ആടിപ്പോയാൽ, ഒന്ന് പാടിപ്പോയാൽ അത് ശിർക്ക്, അത് കുഫർ. മുജാഹിദിന്റെ പേരിലോ പാടിയൊരു കുഴപ്പമില്ല. ഇനി ദിക്ർ വരെ പാട്ട്, മറ്റൊരു നബിദിനത്തിന് എതിർക്കുന്ന വേറെ ടീമുണ്ടല്ലോ, ഓല സമ്മേളനത്തിലാണ് നിങ്ങൾ സംഘാനം 2 10 20 ആൾ ഒരുമിച്ചിട്ട പാട്ട് പാടിയത്. 10-20 ആൾ ഒരുമിച്ചിട്ട് എന്താ പാട്ട്? നമ്മളിങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ദിക്ർ ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹ് ബിദ്അത്ത്, സുബ്ഹാനല്ലാഹ് പാട്ട് പാടിയാലോ അല്ലാഹ് തൗഹീദ്. അതാരാ പാടുന്നത്? പെൺകുട്ടികൾ അണിനിരക്കുന്നു, ഒരു കുഴപ്പമില്ല, അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുന്നു. 1 പെണ്ണും 2 പെണ്ണെന്നല്ല, അത് എത്ര പെണ്ണാ നോക്കണം നിങ്ങൾ? കൊടുക്ക്. അടുത്ത വേറെ സമയമാണ്. കണ്ടോ, അല്ലാ അല്ലാന്ന് പാടിയ തൗഹീദ്. നമ്മൾ മാലെടുത്തിട്ട് അല്ലാ അല്ലാ ചെല്ലുക ശിർക്ക്. എന്താ കൂട്ടരെ ഷിർക്കിന്റെ മാനദണ്ഡം? എന്താ കൂട്ടരെ തൗഹീദിന്റെ മാനദണ്ഡം? നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവരൊക്കെ എവിടേക്കെത്തിപ്പോ? അവ മുട്ടുവായി, കോൽക്കളിയായി, പാട്ടുവായി, എല്ലായി. നമ്മളൊന്ന് പാടിപ്പോയാലോ സുബ്ഹാനല്ലാഹ് ശിർക്ക്. മുത്തുനബിന്റെ പേരിലൊന്നും മദ്ഹ് പാടിപ്പോയാല്, റസൂലുള്ളാഹിന്റെ നബിദിന ഘോഷയാത്ര നടത്തിയാല് ഘോഷയാത്ര പാടില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് ഘോഷയാത്രയില്ല. എന്നാ കണ്ടോളൂ മുജാഹിദ് സമ്മേളനത്തിന്റെ ഘോഷയാത്ര. നമ്മളെ മടവൂരികൾ ഘോഷയാത്രയും നടത്തി, മജ്ബൂരികൾ ഘോഷയാത്രയും നടത്തി. ഇതുവരെന്താ പറഞ്ഞത്? ഘോഷയാത്ര നടത്താൻ ഇസ്ലാമിൽ തെളിവുണ്ടോ? പുണ്യനബി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? സഹാബത്ത് ഘോഷയാത്ര നടത്തിയിട്ടുണ്ടോ? താബീങ്ങൾ ഘോഷയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച മുജാഹിദുകളെ, ഇതാ നിങ്ങൾക്ക് മാതൃകയായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറുപടിയായിട്ട് നിങ്ങളെ ഘോഷയാത്ര നടക്കുന്നു. എടരിക്കോട് സമ്മേളനത്തിന്റെ സന്ദേശയാത്ര. എന്താ പേര്? മാനവിക സന്ദേശയാത്ര. റോഡ് ബ്ലോക്ക് ആകുന്നു, പ്രശ്നമില്ല, ഒന്നും കുഴപ്പമില്ല. എന്തേ കാരണം? തൗഹീദിന്റെ ഘോഷയാത്രയാണ്. ഘോഷയാത്ര നടക്കട്ടെ. തൗഹീദിന്റെ ഘോഷയാത്രയാകുമ്പോൾ ഒരു കുഴപ്പമില്ല. അവിടെ ബ്ലോക്കായാലും കുഴപ്പമില്ല, രോഗികൾ വന്നാലും കുഴപ്പമില്ല, ആരുണ്ടായാലും പ്രശ്നമില്ല. ഒക്കെ തൗഹീദാണല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ല. നേരെ മറിച്ച് മുത്തുനബിന്റെ പേരിലെങ്ങാനും യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം സലവാത്തുല്ലാഹി അലൈക്കും. ഒരു യാ നബി ചൊല്ലിപ്പോയാ ശിർക്ക്, ഒന്ന് പാട്ടുപാടി നടന്നു പോയാ ശിർക്ക്. മുജാഹിദ് സമ്മേളനത്തിലാണെങ്കിലോ ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ള സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഘോഷയാത്ര ആകെ 10 ഉള്ളോ, 10 അങ്ങനെ വിട്ടിട്ട് സ്ക്വയർ ഫീറ്റ് വളർന്നിട്ടാണ് നടക്കുന്നത്. റാലി വലിപ്പം ചെയ്യണ്ടേ? ഒരു കുഴപ്പമില്ല. ആരുടെ യാത്രയത്? അത് മടവൂരികൾ നടത്തിയ ഘോഷയാത്രയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അതല്ലേ രസം? സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ആ ബാനർ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. ബാനറിൽ എതിരിക്കുന്നു മുജാഹിദ് 8ാം സംസ്ഥാന സമ്മേളനം എടരിക്കോട്. കണ്ടല്ലോ നിങ്ങൾ? മാനവിക സന്ദേശയാത്ര. ഒരു കുഴപ്പമില്ല. ഇവർക്കെന്തോ ആവാം, ഒരു കുഴപ്പമില്ല. ഇനി നോക്കി നിങ്ങള്
ഇവർക്ക് അത്രേ ഉള്ളൂ. മുത്തുനബിന്റെ പേരിലായ ഷിർക്ക്, മുത്തുനബിന്റെ പേരിലായ കുഫർ, അല്ലെങ്കിലോ തൗഹീദ്. ഇനി നോക്കി നിങ്ങൾ മറ്റൊന്നും കാണിക്കാം. ഇവരിപ്പോ എന്തും ചെയ്യും. പരിശുദ്ധമായ പെരുന്നാൾ ആഘോഷം, മടവൂരി ഭാഗം നടത്തിയ ആഘോഷം ഉണ്ടോളൂ. പെരുന്നാൾ ആഘോഷം എന്താ? പെരുന്നാൾ ആഘോഷത്തിന് മടവൂരി ഭാഗം നടക്കുന്ന അറിയങ്ങള് വായ കയറൽ മത്സരം. പടച്ചോനെ, മുത്തുനബി എത്ര വായമ കയറിയത്? കയറിക്കണെങ്കിൽ തന്നെ ഏത് വായമ കയറിയത്? നേന്ത്ര വായമയാണോ, റോബസ്റ്റാണോ, അതോ പൂവൻ പഴമാണോ, അതോ കദളിപ്പഴമാണോ? ഏത് വായമ കയറിയത്? വായ കയറൽ മത്സരം. ഏതാ? പഠിക്കപ്പാടം എം.എസ്.എം ശാഖ സംഘടിപ്പിച്ച ഈദ് ആഘോഷത്തിലെ വായ കയർ മത്സരത്തിൽ നിന്ന് റവാഹു മലയാളം മനോരമ. സനതാരം ചോദിക്കണ്ട, ഞങ്ങൾ സനതുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. ഇനി അതിന്റെ പത്രകട്ടിങ് വായിക്കാം, ഞാൻ വായിക്കാം. പത്ര റിപ്പോർട്ട് നോക്കുക നിങ്ങൾ. വായ കയറൽ മാത്രമല്ല, എന്തൊക്കെ പരിപാടി? എം.എസ്.എം പഠിക്കപ്പാട ശാഖയുടെ നേതൃത്വത്തിൽ ഈദ് ദിന പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. സ്പീഡ് മെസ്സേജിംഗ്, ഷൂട്ട് ഔട്ട്, വായ കയറൽ മത്സരം, പിന്നെയോ തീറ്റ മത്സരം. മൗലൂദിന് പോയിട്ട് ആ വീട്ടുകാർ പൊരുത്തപ്പെട്ട് കുറച്ച് ചോറ് തന്നാൽ അത് തിന്നാൽ മുസ്ലിയാക്കന്മാർ ഉദരപൂരണത്തിന്റെ ആളുകൾ. ഇവർ പറയുന്നത് കേട്ടാ തോന്നിപ്പോ ഇവരാരും കഴിക്കാറില്ല. സമയമാകുമ്പോൾ ഗ്യാസ് ഫിറ്റ് ചെയ്യലാണോ തോന്നിപ്പോകാറുണ്ട്. പക്ഷെ ഇവരെന്താ നടത്തിയത്? ഇവരുടെ ആഘോഷത്തിന്റെ ഭാഗത്ത് എന്താ നടത്തിയത്? തീറ്റ മത്സരം. പിന്നെയോ ഞാൻ വായിക്കാം, സ്ലോ സൈക്ലിംഗ്. അതെന്താ എനിക്കറിയില്ല കേട്ടോ. കലം പൊട്ടിക്കൽ. അടുത്തത് കലം പൊട്ടിക്കലേ. മുത്തുനബിയൊക്കെ എത്ര കലം പൊട്ടിച്ചെന്ന് അറിയോ? മുത്തുനബിനെ കണ്ണണ്ട് കെട്ടി സിദ്ദീഖ് വണ്ടി എടുത്തു കൊടുത്തു. വേക്കുന്ന പറഞ്ഞാലാണ് പൊട്ടെ 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 പൊട്ടെ. അവിടെ തൂണുമ്പോ കലം കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു റസൂല് പോയിട്ട് ആ കലം ടിം പൊട്ടിച്ചു നടത്തിക്കൊണ്ടു. ഞങ്ങളൊരു നബിദിന റാലി നടത്തിക്കുമ്പോ അത് നടത്തണേ റസൂൽ നടത്തിക്കണോ, സഹാബത്ത് നടത്തിക്കണോ, താബിയങ്ങൾ നടത്തിക്കണോ? ചോദിക്കുന്നവർക്കോ കലം പൊട്ടിക്കാൻ ആരുടെ പിന്തുണയും വേണ്ട. പിന്നെയോ ക്രോസ് കൺട്രി, അല്ലാഹു അക്ബർ, നാരങ്ങ സ്പൂൺ, ചിരിപ്പിക്കൽ മത്സരം. മുജാഹിദീങ്ങൾക്ക് ഹലാലാണ് അതൊക്കെ. ചിരിപ്പിക്കൽ മത്സരം തുടങ്ങിയവ നടന്നു, കഴിഞ്ഞിട്ടില്ല. തുടങ്ങിയവ നടന്നു, ഒരു കുഴപ്പമില്ല. നമ്മൾ മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി കുട്ടികളെ വിളിച്ചുകൂട്ടി, മക്കളെ ഒന്ന് നമുക്ക് ചെല്ലല്ലേ, അശ്റഖൽ ബദ്റു അലൈനാ എന്തേലും പറഞ്ഞിട്ടുള്ളൂ. പണ്ട് മദീനയിലെ കുട്ടികൾ പാടിയതുപോലെ മുത്തുനബിയെ കണ്ടപ്പോ മദീനത്തെ കുട്ടികൾ പാടിയില്ലേ നബിയേ, തലഅൽ ബദ്റു അലൈനാ. ആ കുട്ടികൾ അത് പാടിയപ്പോ നമ്മുടെ കുട്ടികൾ ഏറ്റുപാടിപ്പോയി, അശ്റഖൽ ബദ്റു അലൈനാ. രണ്ടിന്റെയും അർത്ഥമെന്താ? 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശമുള്ള നബിയെ അങ്ങിതാ ഞങ്ങളിലേക്ക് വെളിവായിരിക്കുന്നു യാ റസൂലല്ലാഹ്. ഇത് പാട് ശിർക്ക്. ഇവര് പാടുകയും കൊട്ടുകയും മുട്ടുകയും ചെയ്താലോ തൗഹീദ്. ഇവര് ഇത് ഇനി മടവൂര് കേട്ടോ. എല്ലാ മുജാഹിദും കണക്കാ വിഷയത്തില്. എല്ലാവരും പാട്ടല്ലേ. ഇനി മറ്റൊരു മുജാഹിദ് സമ്മേളനം കണ്ടോ നിങ്ങൾ? ആ സമ്മേളനത്തിൽ എന്താ പാട്ട്? പാട്ടന്നെ. ഞാൻ ആ മറുപടിക്ക് വേണ്ടി ആ സമ്മേളനത്തിൽ കഴിഞ്ഞ രണ്ടത്താണ് സമ്മേളനം. ആ സമ്മേളനത്തിന്റെ മറുപടിക്ക് വേണ്ടി CD പരിശോധിക്കുമ്പോൾ 2 മണിക്കൂർ വെറുതെ പോയി. കാരണം ഫുള്ള് പാട്ടാ. നല്ല പാട്ടാണോ? അല്ല. എന്താ വിഷയം? തവളും കിണറയും മത്സ്യവും. ആയമേറും കിണറുന്നിൽ മത്സ്യങ്ങളായിരം. ഒരു പാട്ടാ. ഒരു കുഴപ്പമില്ല. മൗലവി നിന്ന് ആടിപ്പാടി കൊടുക്കുക കുട്ടികൾക്ക്. കേട്ടോളൂ. ഒരു 3 പ്രാവശ്യം പാടിയ പാടൂ. പാടൂ. 3 പ്രാവശ്യം പാടൂ. എന്നാ പാട്ട് മാത്രം ഒന്ന് പഠിച്ചു നോക്കാം അല്ലേ? ആഴമേറും കിണറൊന്നിൽ മത്സ്യങ്ങളായിരം, ആഹ്ലാദത്തോടെ നീന്തി ആഘോഷ ജീവിതം. കണ്ണുകള് നമ്മൾ അത്ര ആടാറില്ല വെറുതെലുമ്പോ. മൗലവി എന്ത് ആട്ടാടുന്നത്? കാരണം കിണറും മത്സ്യമല്ലേ വിഷയം. പാടിക്കട്ടെ. മത്സ്യങ്ങളായിരം ആഹ്ലാദത്തോടെ നീന്തി ആഘോഷ ജീവിതം. വീട്ടിൽ തിരിച്ചെത്തിയിട്ട് എന്റെ ബാലവേദിന്റെ പരിപാടിക്ക് പോയിട്ട് വെച്ചാൽ ഒരു പാട്ട് പഠിച്ചു നിങ്ങൾ പറയും കേട്ടോ. എന്താ ഗുണം? ബാലവേദിയുടെ പരിപാടിക്ക് പോയിട്ട് എന്തേ കിട്ടിയെന്ന് വെച്ചാൽ ഒരു പാട്ട് കിട്ടി. ഇനിയോ കുട്ടികളെങ്ങനെ കയറ്റിയിരുത്തിയിട്ട് കുട്ടികളോട് പാട്ട് പഠിക്കാം. എന്തെന്നെ പാട്ട് തന്നെ? ആയമേറും കിണറുന്നിൽ മത്സ്യങ്ങളായിരം. ഇതല്ലാതെ വേറൊന്നുമില്ല. നമ്മളെ കുട്ടികളാണെങ്കിലോ
പല പാട്ടുകൾ പാടും. ചില കുട്ടികൾ റസൂലുള്ളാഹിനെ കുറിച്ച് പാടും, ചില കുട്ടികൾ റസൂലുള്ളാഹിന്റെ ഉമ്മാനെ കുറിച്ച് പാടും, മക്കയെ കുറിച്ച്, മദീനയെ കുറിച്ച്, പുണ്യനബിയുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചും പാടും. എത്ര സുഖമാണ് കേൾക്കാൻ, എന്തൊക്കെ പഠിക്കാനുണ്ടാകും. ഇതോ കിണറും തവളയും മത്സ്യവും കേട്ടോളൂ. ഇനി രണ്ട് കുട്ടികൾ സംഘഗാനം പാടത്തെ പാടക്കുള്ളൂ. ആഴമേറും കിണറൊന്നിൽ മത്സ്യങ്ങളായിരം ആഹ്ലാദത്തോടെ നീന്തി ആഘോഷ ജീവിതം. കരയിലും കടലിലും ഒരുപോലെ വസിക്കും തവളയ കിണറ്റിൽ ചെന്നവരോടു പറഞ്ഞു. കണ്ണുകള് കിണറ്, തവള, മത്സ്യ വിഷയം ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ റാലി നടത്തിയ പ്രശ്നം, നമ്മൾ പാട്ടുപാടിയ പ്രശ്നം അല്ലേ? നമ്മൾ റാലി എടുത്തത് എന്താ പറയല്? കണ്ടോ ബ്ലോക്ക് ആകാണ്, റോഡ് ബ്ലോക്ക് ആകാണ്. അങ്ങനെ ശരി ഇസ്ലാമിലുണ്ടോ? ആരാ ചോദിക്കണറിയോ? ഹുസൈൻ മടവൂരിന്റെ മൈക്ക് ആരാ? അബ്ദുൽ ലത്തീഫ് കരിമ്പുരാക്കൽ. മടവൂർ ഭാഗത്തിൽ ആകെ പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു സാധനമുള്ളതാണ് അബ്ദുൽ ലത്തീഫ് കരിമ്പുരാക്കൽ. അയാൾ നമ്മളെ കളിയാക്കാണ്. കണ്ടോ ഇവരുടെ നബിദിന റാലി കൊണ്ടുള്ള ഗുണമെന്താ? റോഡ് ബ്ലോക്ക് ആകുകയാണ്. അങ്ങനെ ഇസ്ലാമുണ്ടോ? അവർ യാത്ര നടത്തിയപ്പോൾ ഒരു കുഴപ്പമില്ല. ഇവിടെ ശനിയാഴ്ച രാവിലെ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? ശനിയാഴ്ച രാവിലത്തെ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? എടരിക്കോടിന്റെ പല ഭാഗങ്ങളിലും എനിക്ക് ഓർമ്മയുണ്ട്, സെക്രട്ടേറിയറ്റിന് സംസ്ഥാന കമ്മിറ്റി, എസ്കെസിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വരേണ്ട പലരും പറഞ്ഞു എടരിക്കോട് റോഡിൽ ബ്ലോക്കിൽപ്പെട്ടു. എന്നിട്ട് അതിനൊന്നും കുഴപ്പമില്ല, കാരണം മുജാഹിദിന്റെ സമ്മേളനമാണ്, അപ്പോൾ കുഴപ്പമില്ല. മുത്തനബിന്റെ പേരിൽ റാലി എടുത്താലോ പറയട്ടെ. നീക്കി ഒഴിവാക്കാനല്ല, നമ്മളെ പ്രവാചക സ്നേഹം വഴി മുടക്കിയിട്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് വഴി മുടക്ക് അവസാനിപ്പിക്കാനാണ്. വഴിയിൽ മുടക്കുണ്ടാവരുത്, വല്ല തടസ്സം കണ്ട തട്ടി മാറ്റാൻ. ആ തട്ടി മാറ്റുന്നതിന് എന്ന് പറഞ്ഞാൽ റോഡൊക്കെ വീതി കൂട്ടുന്നതിനാണ് ഇസ്ലാം ദീനിൽ ഈമാനായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞത്. റോഡ് വീതി കുറക്കാനല്ല. ഈ ജാഥ നടത്തുന്ന ആളുകൾ, അതിൻ്റെ പിന്നിൽ വരുന്ന വാഹനങ്ങളിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന രോഗികൾ, ആവശ്യക്കാർ, മറ്റു മതസ്ഥര്, ഏതെല്ലാം ആളുകൾ, ഇവരെന്താ നമ്മളെ വിലയിരുത്തുക? എന്താ ഹിന്ദുമതത്തിന് വ്യത്യാസം? എന്താ ക്രിസ്തുമതത്തിന് വ്യത്യാസം? എന്താ രാഷ്ട്രീയക്കാരന് വ്യത്യാസം? എന്താ മറ്റുള്ള സംഘടന വ്യത്യാസം? ഒരു ഇണൊക്കെ നമ്മളും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കെന്താ പേര് മുസ്ലിമാണ്. ആ നിലക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോ എല്ലാ മേഖലയിലും അള്ളാഹു നബിദിന റാലിയെ കുറിച്ച് പറയാ. അതിന് കാരണം റസൂൽ നടത്തിയില്ല, നബി നടത്താത്തൊക്കെ വിദേഹത്ത്. ഒരു തലയിൽ തൊപ്പിയോ തലയെക്കെട്ടൊന്നുമില്ല. എന്താ അതൊക്കെ വിദേഹത്താണ്. കൈത്തിൽ കെട്ടുണ്ട്, അത് സുന്നത്താണ്. കൈത്ത് കെട്ടിയ സുന്നത്ത്, തലയിൽ കെട്ടിയ വിദേഹത്ത്. കിടന്ന് ആലോചിക്കും മനുഷ്യന്മാരൊരു കഥകള്. ഒരു മൗലവിയുടെ വേഷം ഉണ്ടോ? കൈത്തിലൊരു കെട്ട്, നല്ല കെട്ട കെട്ടിയിട്ട് ടൈയെ കെട്ടി ഉഷാറായിട്ട്, തലയിൽ തൊപ്പിട്ടാലോ അള്ളാ വിദേഹത്ത്. ധാരാ ഹുസൈൻ മടവൂരിന്റെ സ്വന്തം ആളാണ്. ഹുസൈൻ മടവൂരിനെ തൊപ്പിന്റെ വിഷയത്തിലൊന്നും മടുപ്പില്ല. ഉപ്പര എല്ലായിടത്തും തൊപ്പിട്ട് നടക്കുള്ളൂ. ഉപ്പരഹം പറഞ്ഞു, ഉപ്പര അഡ്ജസ്റ്റ്മെന്റിന്റെ ആളാണ്. എങ്ങനെയൊക്കെ ഒപ്പിച്ചാൻ പറ്റും നോക്കുന്ന ആളാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഗൗരവത്തോടെ ചിന്തിക്കണം. നമ്മൾ റാലി നടത്തിയാൽ അതിനെ കളിയാക്കുന്ന ആളുകൾ, കുറ്റപ്പെടുത്തുന്ന ആളുകൾ, നബിദിനാഘോഷത്തെ ആക്ഷേപിക്കുന്ന ആളുകൾ, ഇവർക്ക് എന്തോ ആവാം. ഞാൻ പറഞ്ഞില്ല, ഹുസൈൻ മടവൂരിന് എന്തോ ഒരു കുഴപ്പമില്ല. ഹുസൈൻ മടവൂർ നബിദിനാഘോഷത്തിൽ പങ്കെടുത്തിട്ടില്ലേ? കഴിഞ്ഞ തിരുവനന്തപുരത്ത് നബിദിന പരിപാടി ആരാ ഉദ്ഘാടനം ചെയ്തത്? ഇവിടെ നടന്ന സമ്മേളനത്തിന്റെ നേതാവ് ഹുസൈൻ മടവൂരല്ലേ തിരുവനന്തപുരത്ത് നടക്കുന്ന നബിദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്? നോക്കൂ നിങ്ങൾ. പാളയം മുസ്ലിം ജമാഅത്ത് മീലാദ് പ്രഭാഷണം തുടങ്ങി. ആരാ പ്രസംഗിക്കുന്നത്? ഹുസൈൻ മടവൂർ. റവാഹു മാധ്യമം. രണ്ടൊത്ത ടീമാണല്ലോ, അതുകൊണ്ട് പ്രശ്നമല്ല. അതിന് കുഴപ്പമില്ല. തിരുവനന്തപുരത്തോട് നബിദിന പങ്കെടുക്കാം. എടരിക്കോട്ട് എത്തിക്കഴിഞ്ഞാൽ നബിദിന ഷിർക്ക്, എടരിക്കോട്ട് നബിദിന റാലി ഷിർക്ക്, മുജാഹിദ് റാലി തൗഹീദ്. എടരിക്കോട്ട് നബിദിന പരിപാടി കുട്ടികളെ പാട്ട് ഷിർക്ക്, മുജാഹിദിന്റെ സമ്മേളനത്തിൽ പാട്ട് തൗഹീദ്. എടരിക്കോട്ടിൽ നബിദിന വാഹന റാലി നടക്കുന്ന ഷിർക്ക്, എടരിക്കോട്ടിൽ കുട്ടികൾ ദഫ്മുട്ടൽ ഷിർക്ക്, മുജാഹിദിന്റെ സമ്മേളനത്തിൽ ദഫ്മുട്ടൽ തൗഹീദ്. അതിന് പുറമെ നമ്മളിന് പുറമെ ഒരു കോൽക്കളിയും കൂടി തൗഹീദ്. എന്തോ ആവാം, ഒരു കുഴപ്പമില്ല. എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമ്മൾ പെട്ടുപോകരുത്. ഇതിനൊക്കെ കളിയാക്കിയാളുകൾ, ഞാൻ പറഞ്ഞല്ലോ സലാത്തിനെ കളിയാക്കിയാളുകൾ, ഇപ്പൊ അവരെന്നെ തുറന്നു പറയും. നോക്കൂ നിങ്ങൾ. മുജാഹിദിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ഓർത്തു പോകുന്നു, മുമ്പൊരിക്കൽ ചെങ്ങരകുളം സമ്മേളന നഗരിയിൽ വെച്ചുകൊണ്ട് ഞാനൊരു ക്ലിപ്പിട്ട് ഞാനിപ്പോൾ ഓർത്തു പോകുകയാണ്. അന്ന് മുജാഹിദിന്റെ പണ്ഡിതൻ, ഇന്നത്തെ ISM നേതാവ്, ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മജീദ് സലാഹി അന്ന് പ്രസംഗിച്ചു. മുജാഹിദുകളുടെ അവസ്ഥ എന്താ? നിസ്കാരം ഞാൻ ദിക്റില്ല, ദുആയില്ല, റബ്ബർ പന്തെറിയുന്നത് പോലെ ഇറങ്ങി ഓടിപ്പോകുന്നവരാണ് മുജാഹിദുകൾ എന്ന് അന്ന് പ്രസംഗിച്ചു.
ദിക്റുകൾ ചെല്ലണം. ഞാൻ അന്ന് പറഞ്ഞു ദിക്റും ദുആയും വേണം, ഇടയ്ക്ക് നിങ്ങൾ സലാത്തും ചെല്ലണം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അന്ന് ദിക്റും ദുആയും വേണമെന്ന് പറഞ്ഞെങ്കിൽ ഇന്നതാ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ആ സമ്മേളനം കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തി. എന്ത് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി? സലാത്ത് ചെല്ലുന്നവരാവണം നമ്മൾ. സലാത്തും തർലിയത്തൊക്കെ ചെല്ലുന്നവരായി തീരണമെന്ന് മുജാഹിദ് പണ്ഡിതന്മാർ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. അവർ തന്നെ തുറന്ന് പറയാണ്. എന്താ പറയുന്നത്? പറയട്ടെ. മജീദ് സലാഹി, അന്ന് അവിടെ പ്രസംഗിച്ച മജീദ് സലാഹി, വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ ചിന്തിക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്ന ആദർശം പറയട്ടെ. വചനങ്ങൾ ഓതണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനൊരു മുജാഹിദാവണമെങ്കിൽ നമസ്കാരം കഴിഞ്ഞ ഉടനെ റബ്ബർ പന്ത് ചുമരിലേക്ക് എറിഞ്ഞതുപോലെ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഓടിപ്പോകണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. കണ്ടോ എന്ത്? മുജാഹിദുകളുടെ പലരും മനസ്സിലെ ചിന്ത എന്താ? ഞാനൊരു മുജാഹിദായിരിക്കുന്ന കൗമ മനസ്സിലാക്കണമെങ്കിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ റബ്ബർ പന്ത് ചുമരിലേക്ക് എറിയുമ്പോ ആ പന്ത് തെറിച്ചു പോകുന്നത് പോലെ തെറിച്ചാലേ മുജാഹിദാവുള്ളൂ എന്നൊരു ചിന്തല്ലേ മുജാഹിദിന്റെ ഐഡന്റിറ്റി എടുക്കേണ്ടിരുന്നത്. മജീദ് സലാഹി പറഞ്ഞു അതൊക്കെ നമ്മൾ അവസാനിപ്പിക്കണം. പറയട്ടെ. ഈ അമലുസ്വാലിഹികളാണ്, ഈ കർമ്മങ്ങൾ കൊണ്ടാണ് റബ്ബിന്റെ അടുക്കല് നമുക്ക് സ്വീകാര്യത ലഭിക്കുന്നത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സുന്നത്തസ്കാരമല്ലേ, ഒരു സുന്നത്തായ കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുന്ന പതിവ് നമ്മുടെ അടുക്കൽ ഉണ്ടാവാനേ പാടില്ല. കണ്ടല്ലേ? ആര് പറയാ? മജീദ് സലാഹി പറയാ. ഇപ്പോഴോ ചങ്ങരംകുളം സമ്മേളനം കഴിഞ്ഞപ്പോഴേക്ക് അവിടുന്നും പോയി ഇപ്പൊ പറയുന്നു നമ്മുടെ അവസ്ഥ എന്താ? അള്ളാന്റെ റസൂലിന്റെ പേര് കേട്ട സലാത്ത് ചെല്ലാൻ പോലും നമ്മൾ തയ്യാറാകണില്ല. ആര് പറയുന്നു? മടവൂർ വിഭാഗത്തിന്റെ നേതാവ്. നമുക്കിപ്പോ സുഖമാണ്, ഓരോ വിഭാഗത്തിന്റെ നേതാക്കന്മാർ ഓരോന്നെ പറഞ്ഞു തരാ. പറയട്ടെ. അപ്പൊ പേര് ഇഷ്ടപ്പെടുക എന്നത് ഒരു വ്യക്തിയോടുള്ള അത് ഇഷ്ടപ്പെടുകയും ആ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയും ചെയ്യുക എന്നത് സ്നേഹത്തിന്റെ പ്രകട ലക്ഷണമാണ്, ഏറ്റവും പ്രകടമാകുന്ന ലക്ഷണമാണ്. പക്ഷേ എത്ര ആളുകളുണ്ട് അങ്ങനെ സലാത്ത് ചെല്ലുന്ന ആൾക്കാർ? നമ്മളിൽ പല ആളുകൾക്കും അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാണ്. എന്തേ പറഞ്ഞത്? നമ്മളിൽ പലർക്കും സലാത്തൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടാണ്. ചങ്ങരംകുളം കഴിഞ്ഞ് അടുത്ത സമ്മേളനം വെച്ചപ്പോ ഞങ്ങൾക്ക് മുതലായി കൂട്ടരെ, മുതലായി. ഇപ്പൊ എന്താ പറയണത്? സലാത്തിക്കാലം വരെയൊക്കെ പഴഞ്ചനായിരുന്നു, അത് പറ്റൂല. പറയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ എന്തോ ഒരു മടി, സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ തർളിയത്ത് ചെല്ലാൻ എന്തോ ഒരു മടി. ചരിത്രം എന്ത്? സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോ തർളിയത്ത് ചെല്ലാനൊരു മടി. എങ്ങനെ ഇവര് ചെയ്യുക? ഇവര് പ്രസംഗിക്കുമ്പോ എന്തയ്യാ? സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി, ഇവര് റളിയല്ലാഹു അൻഹു ഉണ്ടാവൂല. ഇപ്പതാ അയാൾ പൊട്ടിത്തെറിക്ക. നമ്മുടെ അവസ്ഥ ഇപ്പൊ എന്താ? നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ മൂത്താപ്പാന്റെ മക്കളമാരൊക്കെ പേര് വിളിക്കല്ലേ? ഞാൻ പറയല്ല, അദ്ദേഹം പറയട്ടെ. മറിച്ച് ആ സ്വഹാബത്തിന്റെ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹും എന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. ഇന്നത്തെ ഇളം തലമുറയിൽ അത് കാണുന്നില്ല. പല ചെറുപ്പക്കാരും പ്രസംഗിക്കുമ്പോ ഈ വിഷയത്തെക്കുറിച്ച് അബൂബക്കറിനും ഉമറിനും ഉസ്മാനും അലിക്കും ഇങ്ങനെയായിരുന്നു അഭിപ്രായം എന്ന് പറയുമ്പോ ഒക്കെ ഓന്റെ മൂത്താപ്പാന്റെ മക്കളാണ് വിചാരിക്കുക. ആഹാ, ശരി തന്നെയാണ്. മൂത്താപ്പാന്റെ വേറെ കുട്ടികളാണെന്ന് തോന്നുന്നത്. അതിലേറെ സ്പീഡിലാണ് വിളിക്കുന്നത്. അതങ്ങനെ പറയും. ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ട് സഹോദര. ഇനി എന്തിനൊരു മുജാഹിദ്? ഇനി എന്തിനാണൊരു മുജാഹിദ്? നിർത്തിവെച്ചുകൂടെ? ഈ ജനസാഗരത്തിലേക്ക് ചേർന്നുകൂടെ നിങ്ങൾക്ക്? നിങ്ങൾ വരൂ. ഫെബ്രുവരി 14, 15, 16 കാസർകോട്ട് വാദി തൈബയിലേക്ക് നമുക്കൊന്നിരിക്കാം. ഇപ്പതാ പറഞ്ഞു സലാത്തില്ലേ മാത്രം പോരാ, സലാത്തില്ലിട്ട് ദ്വയർന്ന ഉത്തരം കിട്ടും പെട്ടെന്ന് പറയണത്. നമുക്കൊന്ന് ഒരുമിച്ചിരിക്കാം, ഒരു സലാത്ത് മജ്ലിസ് സംഘടിപ്പിക്കാം. ഇപ്പൊക്കെ ഇത് കൂട്ടുപ്രാർത്ഥന. ഇനി മൂപ്പര കൂട്ടുപ്രാർത്ഥന ഉണ്ടോ? എന്താ ദ്വയറിയോ? പരിപാടി തീരുമ്പോ മൂപ്പരാണ്ട് ദ്വയർക്കന്നെ കൂട്ടുപ്രാർത്ഥന. ഒരു കാലത്ത് ഇതൊക്കെ തെറ്റ്, ഇതൊന്നും പാടില്ലെന്ന് പറഞ്ഞ ആളുകൾ ദ്വയർക്കട്ടെ. അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ,
ഈ ഒരു സമ്മേളനത്തിന്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത ആളുകള്, അള്ളാഹുവേ അവർക്ക് നീ മഹത്തായ പ്രതിഫലം നൽകുമാറാകണമേ റബ്ബേ. കുറെ കഷ്ടപ്പാടുകൾ ഇതിന് സഹിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിലുള്ള ലക്ഷ്യം ഒന്നു മാത്രമാണ്, അള്ളാഹുവിന്റെ ദീന് അത് വക്രതയില്ലാതെ ജനങ്ങൾക്ക് നൽകണം, അവരുടെ ജീവിതത്തിൽ മാറ്റം വരണം, എല്ലാവരും സ്വർഗത്തിലെത്തിച്ചേരണം. ഞങ്ങൾ മാത്രം എത്തിയാൽ പോരാ, എല്ലാവർക്കും ഈ സന്ദേശം എത്തിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് വേൾഡ് തലത്തിൽ പോലും ഈ സന്ദേശം പല ആളുകളും കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ലോകാടിസ്ഥാനത്തിൽ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന, ഇന്റർനെറ്റിന്റെ മുമ്പിലിരിക്കുന്ന, ടിവിയുടെ ഇവിടുത്തെ പ്രാദേശിക ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര ആളുകളുണ്ടോ, അത് നിങ്ങളൊക്കെയും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകൾക്ക് എല്ലാവിധ നിഅമത്തും അല്ലാഹു ഇഹത്തിലും പരത്തിലും പ്രദാനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് വമ്പിച്ച പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാ പാപങ്ങളും അവരുടേതും നമ്മളുടെയും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഇവിടെ ഈ ഒരുമിച്ച് കൂടിയ സദസ്സ് പോലെ തന്നെ ആഖിറത്തിൽ ഞങ്ങൾ ഒരൊറ്റ കുട്ടി ഒഴിവില്ലാതെ നിന്റെ ഉന്നതമായ സ്വർഗപ്പൂങ്കാവനത്തിൽ ഇതേ ഒരു സമ്മേളനം പോലെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. മരിക്കുന്ന നിമിഷം വരെ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനും ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ വചനത്താൽ നാവ് നനഞ്ഞ് ലോകത്തോട് യാത്ര പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഞങ്ങളിൽ എത്രയോ ആളുകൾ രോഗം കൊണ്ട് ആളുകളുണ്ട്, വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ് വീടുകളിൽ കിടക്കുന്ന ആളുകളുണ്ട്, ഒരു പ്രതീക്ഷയും ഇനിയില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ശമനത്തിന്റെ ആത്യന്തികമായി എല്ലാം നിന്റെ കയ്യിലാണ് റബ്ബേ. ശമനം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്നവൻ നീയാണ് റബ്ബേ. ഞങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന പല ആളുകളുണ്ടെങ്കിലും അവിടെ നിരാശയുടെ കാർമേഘങ്ങൾ നീക്കുമാറ് അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ തീർത്തു തരണമേ തമ്പുരാനെ. കടബാധ്യതകൾ കൊണ്ട് ഞെരുങ്ങുന്ന ആളുകളുണ്ട്, ഞങ്ങളുടെ കടബാധ്യതകൾ നീ തീർത്തു തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബാന്തരീക്ഷം തീർത്തും ദീനിയായ അവസ്ഥയിൽ കണ്ട് ലോകത്തോട് യാത്ര പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് നീ സദാ അഭിമാനം ഏറ്റി നൽകണമേ റഹ്മാനെ. മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് നീ അപമാനം വരുത്തി വെക്കല്ലേ റഹ്മാനെ. ഖബറിലല്ല അദാബുകൾ ഞങ്ങളെ നീ രക്ഷിക്കണമേ തമ്പുരാനെ. നിന്റെ മഹ്ശറ മരുഭൂമിയിൽ ഒരുമിച്ച് കൂടുമ്പോ വലത് കൈയിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങാൻ ഭാഗ്യം കിട്ടുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. വലത് കൈയിൽ ഗ്രന്ഥം, നമ്മുടെ നന്മകൾ എഴുതിയ ഗ്രന്ഥം ഏറ്റുവാങ്ങി സ്വർഗത്തിൽ പോകുവാൻ, പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുവാൻ ഭാഗ്യം കിട്ടുന്ന മുത്തഖീങ്ങൾ റസൂലുള്ളാഹിന്റെ അനുയായികളിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. اللهم اجعل جمعنا جمعا مرحوما وتفرقنا تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. നിൽക്കണില്ല, വലിയ ദുആ സമ്മേളന സലാത്തു ആയി ദിക്റു ആയി ദുആയി. എന്താ കൂട്ടരഞ്ഞ് കുറവുള്ളത്? എന്നിട്ട് പോന്നൂടെ? ഈ കാലഘട്ടത്തിൽ ഇനി ഒന്നിച്ചുകൂടെ? ചെറിയ അഭിപ്രായത്തെ മാറ്റി വെച്ചിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഈ പരിശുദ്ധമായ പാന്താവിലേക്ക് വന്നുകൂടെ? ഇനി എന്തിനാണ് ഒരു മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ? ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിങ്ങള്. ഇപ്പൊ നോക്കിങ്ങള് എന്തുവരെ പറഞ്ഞറിയോ? മറ്റാൾ നേരത്തെ സലാത്തിൽ ഇപ്പൊ കളിയാക്കിയില്ലേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് മുഹമ്മദ് കളിയാക്കിയില്ലേ? ഇയാൾ പറയാം അങ്ങനൊക്കെ ചില ആൾക്കാരുണ്ട്, അതൊന്നും പറ്റൂല, മയമാക്കാന്ന് പറയാൻ പറ്റൂല. പണ്ടൊരു മൗലവി പ്രസംഗിക്കും പറഞ്ഞു, മുഹമ്മദ് നബി ഒരു അറബി പയ്യനായിരുന്നു. മുജാഹിദ് പണ്ഡിതൻ ഇപ്പൊ പറയുന്ന ആ പറയണമൊന്നും ശരിയല്ല. പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ചില സംരക്ഷണങ്ങൾ നൽകി പോന്നിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഹാദിസത്തു ഷഖ്ഖു സദർ മുതൽ പ്രവാചകന്റെ നെഞ്ചിൽ കറുത്ത ഭാഗം എടുത്തുമാറ്റുന്ന ആ സംഭവം ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുട്ടിക്കാലം മുതലേ ഒരു കാവലുണ്ട്. കേവലം ഒരു അറബി പയ്യനല്ല. കണ്ടോ, കേവലം ഒരു അറബി പയ്യനല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഉറക്കനെ ചൊല്ലു, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അറബി പയ്യനല്ല. ആരാ അറബി പയ്യൻ എന്ന് പറഞ്ഞത്? ഇവരുടെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടർ MM അക്ബർ. ഞാൻ കേൾപ്പിക്കാം, ഇതെന്ന് പറഞ്ഞു. കേവലം ഒരു മയമാക്കയല്ല. മയമാക്കല്ല. ആരാ മയമാക്ക എന്ന് പറഞ്ഞത്? ഇവരുടെ വലിയ നേതാവായ അബ്ദുൽ ലത്തീഫ് മൗലവി. ഇപ്പൊ പറയുന്നു മയമാക്ക എന്ന് പറഞ്ഞുകൂടാ, അറബിപ്പയ്യെന്ന് പറഞ്ഞുകൂടാ. കണ്ടോ, സമസ്തയുടെ ഇടപെടലുകൾ, SKSSFന്റെയും SYSന്റെയും ആദർശ രംഗത്തുള്ള പടയോട്ടങ്ങൾ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു മാറ്റം. മറ്റൊരു രംഗത്ത് മാറിയതിന് വലിയ ഗുണം ചെയ്തു. അത് നമ്മള് പറയാം, അത് പഠിച്ചു വലിയൊരു തോഫീക്ക്. അവരാണ് മാറി നിന്നപ്പോൾ വലിയ ഗുണം കിട്ടി. മറ്റേ ആ താരം വന്ന പേരോട് വന്നാൽ മുജാഹിദിന് വേരോട്ടുണ്ടാവുന്ന. ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഒസങ്കടി പ്രസംഗിക്കാൻ പോയപ്പോൾ എന്നോട് അവർ പറഞ്ഞു, ഉസ്താദേ ഇവിടെ ആകെ ഒരു ഒറ്റ മുജാഹിദ് ഉണ്ടായിരുന്നുള്ളൂ, പേരോടെന്ന് പ്രസംഗിച്ചു, പിറ്റത്തോടെ ഒരു പള്ളിയായി. ഇനി ഞങ്ങളെ ദുആ ഇനി വരാതിരിക്കട്ടെ, വന്ന മദ്രസയാകുന്നതാണ്. അതെ, അതാണ് എൻ്റെ അവസ്ഥ. ഇപ്പോൾ ആ രംഗത്തൊക്കെ ഞങ്ങളിന്നില്ല. എങ്ങനെ നിങ്ങൾ ഉണ്ടാകാം? നിങ്ങൾ എങ്ങനെ ഉണ്ടാകാം? നിങ്ങൾക്ക് ചട്ടിയും പാത്രം തന്നെ ഇഷ്ടം പോലെയല്ലേ? അതെന്നെ തീരുമാനത്തിലെത്തി. ഞാൻ ഇപ്പത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും നോക്കൂ നിങ്ങൾ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എല്ലാതും പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ആര്? ഒരു കാലത്ത് പുണ്യനബിയെ കുറ്റപ്പെടുത്തിയ ആളുകൾ, പുണ്യനബിയെ പരിഹസിച്ച ആളുകൾ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മയമാക്ക എന്ന് വിളിച്ച ആളുകൾ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേവലം അറബി പയ്യൻ എന്ന് പരിചയപ്പെടുത്തിയ ആളുകൾ ഇന്നത് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്തിനാണിത്? ഞാൻ വേറൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ പദപ്രയോഗം ഒന്നും ഞാൻ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. KNMകാർ ഇവരെ കുറിച്ച് പറഞ്ഞ വാക്കെന്താ അറിയോ? ആരെ മടവൂരി ഭാഗത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ കേട്ടോളൂ. എന്താ പറഞ്ഞത്? ഇവർ പറഞ്ഞ വാക്കെന്താ? ഇവർ പറഞ്ഞത് വിസർജ്യ വസ്തു എന്നാണ് പറഞ്ഞത്. നമ്മളെ പത്തപ്പരി സക്കാഫി പറഞ്ഞല്ലോ, ജമാഅത്തിന് ആക്കാൻ. ഞാൻ നമ്മുടെ നാവതിന് പറ്റൂലല്ലോ, നമ്മുടെ നാവതിന് വഴങ്ങുന്ന നാവല്ല. അതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവർ പറയുന്നു, നോക്കൂ നിങ്ങൾ, KNM ഇപ്പോ മുജാഹിദ് ഇപ്പൊ വീണ്ടും പിളർന്നു. ഇനി നോക്കുങ്ങൾ, ഇത് അടുത്ത പിളർപ്പ് കാത്തിരിക്കുക. എത്ര എണ്ണ പയറുകള് ഇപ്പൊ ചില ആളുകൾ ജിന്നൂരിന് ഭാഗത്ത്, മടവൂരിന് ഭാഗത്ത്, ഇൻസൂരിന് ഭാഗത്ത്, ഇരുവേറ്റൂര് ഭാഗത്ത്, സലഫിയൊരു ഭാഗത്ത്. ഇപ്പതാ ജിന്നൂരികളെ നേതാവ് സക്കരിയ വേറെ ഗ്രൂപ്പ് തുടങ്ങാൻ പോകുക. പടച്ച തമ്പുരാനെ, എനിക്കിപ്പോ എത്ര ഗ്രൂപ്പാന്ന് പറയാൻ പേടിയാ. കാരണം ഞാൻ ഇറങ്ങുമ്പോൾ മുജാഹിദ് വിളിക്കങ്ങളെ ഞങ്ങളെ കളിയാക്കിയില്ലേ, കുറ്റപ്പെടുത്തിയില്ലേ, കുറച്ച് കാണിച്ചില്ലേ. ഞങ്ങൾ പെട്ടെന്നല്ല 9 ഉം 10 ഒക്കെ ആയിട്ടുണ്ട്. അവർ അഭിമാന പ്രശ്നമില്ല. ഞാൻ ഗ്രൂപ്പിന് എണ്ണം പറയാൻ ആഗ്രഹിക്കുന്നില്ല. 8ാം സംസ്ഥാന സമ്മേളനമായപ്പോൾ ഞാൻ 8 സാധാരണ പറഞ്ഞിരുന്നത്, ഇപ്പൊ ഞാൻ 8 പറയണില്ല. കാരണം 8-നപ്പുറം വിട്ടുകഴിഞ്ഞു. അങ്ങനെ ഇപ്പൊ KNM അടുത്ത കാലത്ത് 2ആയി പിടന്നപ്പോ സക്കരിയ സലാഹി അനസിനോട് പറഞ്ഞു, അനസേ നിങ്ങൾ ആ മടവൂരിക്കല്ലേ ഇപ്പൊ പോണത്? അപ്പൊ മടവൂര് അല്ലല്ലോ, അനസ് പറയാം, മടവൂരിക്കൊന്നല്ല പോണത്, ഞങ്ങൾ മടവൂരികൾ കേരളത്തിലുടനീളം വിസർജിച്ചിരുന്നു, അതിങ്ങനെ കഴുകി വൃത്തിയാക്കാണ്, ആക്കുമ്പോ കുറച്ച് ഞങ്ങൾ മേത്തായിക്കണു പറഞ്ഞു, അത് നിങ്ങൾ കഴുകണുണ്ട്. അപ്പൊ സക്കരിയ പറയാ, അനസേ കഴുകിയിട്ടൊന്നും പോകൂല, നിങ്ങൾ ആ വിസർജ്യ വസ്തു കുടിക്കുക ചെയ്തിരിക്കുന്നത്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, കാരണം ഉള്ളിൽ പോയി കണ്ടോ. എന്തൊക്കെയാ പറയണത്? മുജാഹിദിന്റെ സംസ്കാര സമ്പന്നതയാണ്. കേൾക്കും നിങ്ങൾ. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് മടവൂരിസാണെന്നാ. ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഇപ്പൊ മടവൂരികൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? മടവൂരികളെ കാണൂല്ലോ, ഒക്കെ നിങ്ങളായില്ല. ഇനിയോടെ മടവൂരിനെ കാണുക. അനസ് ചോദിക്കാണ്, മടവൂരിനെ കാണാനല്ലോ. അപ്പൊ സക്കരിയ പറയാം, അങ്ങനെ മടവൂരിനെ കാണാം, നിങ്ങളൊക്കെ മടവൂരായില്ലേ? ഒക്കെ ലയിച്ചില്ലപ്പോ. നിങ്ങൾ മടവൂരികളെ കാണോ? ഇത്രയും കാലം മടവൂരികൾ കൊണ്ടുവന്ന എന്താ? അവരെ തെരുവോരങ്ങളിട്ട് നാട്ടിച്ചത് എന്താ? ഈ പറയുന്ന ഈ ചീഞ്ഞു നാറുന്ന ഈ ഉച്ഛിഷ്ടം വിസർജ്യമാണ് ഓരോ കേരളത്തിന്റെ മുക്കുമൂലകളിലും മടവൂരികൾ വാരി വിതറിയത് അല്ലേ? ഞങ്ങളത് കോരിക്കളഞ്ഞു. ഞങ്ങൾ കുറച്ച് നാറി, അത് ശരിയാ. ഓര് വിസർജിച്ചു പോയി, ഇവരിങ്ങനെ കോരുമ്പോ ഇവര് മേത്ത് കുറച്ചായി, അപ്പൊ ഇവര് നാറി. എന്തായി പറയണങ്ങൾ ആലോചിച്ചു. ഇയാള് മുജാഹിദിന്റെ വലിയ നേതാവാണ്. അപ്പൊ സക്കരിയന്റെ കമന്റ് ഉണ്ടോ? വിസർജ്യ കോരിയത്, അതുകൊണ്ട് കുറച്ച് നാറ്റം ഞങ്ങൾക്ക് ഉണ്ടാവും. ഇത് കോരിയല്ലേ, ഞങ്ങൾ കുളിക്കാൻ തയ്യാറാ.
നിങ്ങൾക്ക് കുറച്ചൊന്നല്ല നാറ്റം, നിങ്ങളാ നാറ്റം ഓപ്പറേഷൻ ചെയ്താൽ പോല. നിങ്ങൾ മടവൂരിസം ഭാര്യ കുടിക്കുകയും അകത്തേക്ക് കഴിക്കുകയും ചെയ്തു, ദേഹത്ത് പുരട്ടി. എന്നിട്ട് നിങ്ങൾക്ക് തീരുന്നില്ല, ഇമ്പം തീരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ കോരിക്കളയാണ്, പക്ഷെ നിങ്ങൾ അകത്തേക്ക് കഴിക്കായിരുന്നു. കഴിഞ്ഞ 1.5 കൊല്ലമായി എവിടെ പോയി സാധനമുള്ളത്? ആരാ കൂട്ടരെ ഇനി അയക്ക് പോവുക? മുജാഹിദിന്റെ അവസ്ഥകൾ ആലോചിച്ചങ്ങള്. ഞാൻ പറയല്ല, മുജാഹിദിന്റെ നേതാവ് സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുൽ ഖാദർ മുതലറിയ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയില്ല. മാനല്ല, അപമാനം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തായി. മറ്റൊരു വായിക്കന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു മുടി മുടി ചട്ടി ചട്ടി. ആൾക്കാർ ചോദിക്കല്ലേ, മുജാഹിദ് പുറത്തേക്ക് ഇറങ്ങിയാലോ ജിന്ന് ജിന്ന്. ഞാൻ പറയണ്ട, കണ്ടങ്ങള് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ അന്തസ്സോടെ അഭിമാനത്തോടെ ഞാനൊരു സമസ്തക്കാരനാണ്, ഞാനൊരു SYS-കാരനാണ്, ഞാനൊരു SKS-കാരനാണെന്ന് അന്തസ്സോടെ പറയാൻ പറ്റുന്ന ഏക പ്രസ്ഥാനം കേരളത്തിലുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമിയത്തിന് മാത്രമാണ്. മറ്റൊരൊക്കെ പേടി, ഇവർക്കോ ജിന്ന് പേടി. ഞാൻ പറയണ്ട, സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞോട്ടോടി. സമൂഹത്തിൽ ഇന്ന് അനുഭവിപ്പിക്കുന്ന അപമാനം എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു മുജാഹിദായിരുന്ന അഭിമാനമായിരുന്നു, ഒരു കാലത്ത് വലിയ അഭിമാനമായിരുന്നു, ഇപ്പോഴോ അന്തസ്സായിരുന്നു. ഇന്ന് ജിന്ന് നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ന് രാവിലെ ഒരുത്തനെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഒരു നേതാവുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ജിന്നില്ലേ? എന്നിട്ട് നിങ്ങളെന്താ അതൊക്കെ ജിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അഭിപ്രായമാണോ? ടീപ്പിന്റെ എല്ലാം എനിക്കറിയാലോ എന്ന് പരിഹരിച്ചു. അപ്പൊ ഈ സമൂഹത്തിൽ മുഴുവൻ നമ്മളെ പരിഹസിക്കപ്പെടുന്ന അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോയതാരാണ്? കണ്ടങ്ങള് പാവം സംസ്ഥാന പ്രസിഡന്റ് ഗതികേട് ആലോചിച്ചൊക്കെ നിങ്ങള്. പുറത്തിറങ്ങാൻ പറ്റില്ല, ആൾക്കാരെത്തോണ്ട് ജിന്ന് ജിന്ന്. മറ്റാൾ പുറത്തിറങ്ങി മുട്ടി താട്ടിമുട്ടി, ഹാരൂർ ജുബ്ബ ചട്ടി. ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു അല്ലാഹു ആലം. എന്റെ പ്രിയപ്പെട്ടവരെ, അതിലൊന്നും പെട്ടുപോണ്ട. നമുക്കിതാ യാതൊരു ചാഞ്ചല്യവുമില്ലാത്ത, ഒരു കാറ്റിലും കോളിലും പതറാത്ത ചിതറാത്ത സുന്ദരമായ ഒരു 15 നൂറ്റാണ്ടിന്റെ ഒരു പാരമ്പര്യം. എത്ര നല്ലൊരു പാരമ്പര്യം നമുക്ക് പറയാനുള്ളത്. ഈ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മൾ മാത്രമല്ല പറയണത്, മറ്റുള്ളവരൊക്കെ പറയണു ഇതാ നല്ല പാരമ്പര്യം. മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഏറെ കാലം ഒച്ചപ്പാടുണ്ടാക്കി നടന്ന, പേര് പോലും മുജാഹിദായ മുജാഹിദ് ബാലുശ്ശേരി മുജാഹിദിനെ കുറിച്ച് പറഞ്ഞെന്താ, മക്കളെ ചാടിക്കോളി, കപ്പൽ മുങ്ങാണ്, 1 ഇഞ്ചേ ബാക്കിയുള്ളൂ. ഏത് ബാലുശ്ശേരി? ഒരു കാലത്ത് സമസ്തനെ കുറിച്ച് സമസ്ത പിഴച്ചുപോയി എന്ന് വിശുദ്ധ ഖുർആൻ ആയത്തോതിക്കൊണ്ട് കള്ള ദുർവ്യാഖ്യാനം നടത്തിയ മുജാഹിദ് ബാലുശ്ശേരി ആയത്തോതിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് സമസ്ത പിഴച്ചെന്ന് ഖുർആനിലുണ്ടെന്ന് പറഞ്ഞാളാണ്. സമസ്ത പിഴച്ചെന്ന് ഖുർആനിലുണ്ട്. ഇവർക്കല്ലെങ്കിൽ ആയത്തും കിതാബെന്ന് അർത്ഥം കൊടുത്തിട്ട് കുഴപ്പമില്ല, മറ്റാള് ദിമാക്കാനും തുക്കദീപിനും വിചാരിക്കും. ഒരു കുഴപ്പമില്ലല്ലോ ഇവർക്ക്. ഇവരെ കാര്യം നടക്കണം, അത്രേ ഉള്ളൂ. അതിന് ആയത്ത് എന്തായാലും കുഴപ്പമില്ല, ഹദീസ് എന്തായാലും കുഴപ്പമില്ല. ആ ഒരു പ്രകൃതിയല്ല ഉണ്ടാകുന്നത്. സമസ്ത വേച്ചെന്ന് ഒരു കാലത്ത് ഇവർ പ്രസംഗിച്ച് നിങ്ങൾക്കറിയോ? വിശുദ്ധ ഖുർആൻ ആയത്തോതിട്ട് പറഞ്ഞു, അള്ള പറഞ്ഞിട്ടുണ്ട് സമസ്ത വേച്ചു, മുജാഹിദ് പ്രസ്ഥാനാണ് ശരിയെന്ന് വിശുദ്ധ ഖുർആനുണ്ട്. അങ്ങനെ ഒരു ആയത്ത് ഖുർആൻ ഉണ്ടാവും? അങ്ങനെ ഒരു ആയത്ത് ഖുർആൻ ഉണ്ടാവും? നിങ്ങൾ ആരും ചോദിക്കും. എനിക്കൊണ്ട് ഈ ഖുർആൻ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, ഫളലല്ലാഹുൽ മുജാഹിദീൻ എന്നൊരു ആയത്തുണ്ട്. ഈ സാധു അത് കണ്ടുപെട്ടതായിരിക്കും വേണമെങ്കിൽ. മുജാഹിദീങ്ങൾ അത്ര ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. അത് ഈ മുജാഹിദാണോ? ഞങ്ങൾ പറഞ്ഞോളി, സെബീലുണ്ട് പറഞ്ഞോളി. വകുല്ലു മുജാഹിദിൻ ലില്ലാഹി അഹ്ലിൽ ബദി യാ അല്ലാഹ്. അത് പണ്ട് വക്കീൽ പറഞ്ഞായിരിക്കാം. വക്കീൽ പറഞ്ഞത്രേ, ഞങ്ങളാ നല്ലത് ഖുർആനുണ്ട്. അപ്പൊ എന്തേ ആയത്ത് നിഅമൽ വക്കീൽ ഉണ്ട്, ഖുർആനുണ്ട്. ആ വക്കീൽ ഇതല്ലതാണ്. ഇന്ന പോലെ നോക്കി നിങ്ങൾ ഇയാൾ പറയാ അള്ള ഖുർആൻ പറഞ്ഞിട്ട് സമസ്ത വെച്ചു കേട്ടോളി. അള്ളാഹുവിനെ പറ്റി മാത്രമായി പ്രസ്താവിക്കപ്പെട്ടാൽ ഇതൊരു അത്ഭുതകരമായ വചനം കൂടിയാണ്. പടച്ചോനെ എത്ര മുൻകൂട്ടി കാണുന്നവനാണെന്ന് പറയുന്നത് വെറുതൊന്നുമല്ല. സത്യത്തിൽ ഖുർആൻ വേർതിരിച്ചിട്ടുണ്ട് സമസ്ത പേച്ചതാണോ മുജാഹിദ് പ്രസ്ഥാനം നല്ലതാണോ. ഒരൊറ്റ ആയത്തിലൂടെ സമസ്ത പിഴച്ചതാണ് എന്ന് അള്ള സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നത്തെ സമസ്ത പിഴച്ചതാണ് എന്ന് അള്ള ഒരൊറ്റ വചനത്തിലൂടെ. കൂടുതലൊന്നും ഞാൻ പറയില്ല, ഒറ്റൊന്നും മതി. എന്തിനാ തോനെ
ഒറ്റന്ന് പോരെ. ഇന്നത്തെ സമസ്തല്യവും ഇന്നത്തെ സമസ്ത വെച്ചു എന്ന് ഖുർആനിലുണ്ട്. എന്നിട്ട് അയാൾ പറയാണ് ആ ആയത്തൊക്കെ പാടൊക്കെ ആൾക്കാർ കണ്ടാലേ പിന്നെ ഒരാളും സമസ്തന്റെ കൂടെ നിൽക്കൂല. പിന്നെ എന്താ ആൾക്കാർ നിൽക്കണത്? അങ്ങനെ ആയത്തില്ല, ഉണ്ടെങ്കിലല്ലേ നിൽക്കാരിക്കുള്ളൂ. അങ്ങനെ ആയത്തില്ല. അദ്ദേഹം പറയുന്നത് പൊതുജനങ്ങൾക്കറിയില്ല. പൊതുജനങ്ങൾക്കറിയണീയും മൗലവി ഇത് ഖുർആൻ ഉണ്ടാവണ്ടേ? കേട്ടോളൂ. ഇതൊന്നും പൊതുജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. സമസ്തയാണ് സ്വർഗത്തിലേക്കുള്ളതെന്ന് സാധാരണക്കാർ ചിന്തിച്ചിട്ടുള്ളൂ. ശരിയാണല്ലോ, അങ്ങനെ തന്നെയാണല്ലോ ഉള്ളതും. അതുകൊണ്ടല്ലേ കൗമ സമസ്തന്റെ കൂടെ നിൽക്കുന്നതും. അതാണല്ലോ ശരി. അദ്ദേഹം പറയും ഈ ആയത്തെങ്ങാനാലും കണ്ട പിന്നെ സമസ്തക്കാരോട് ലാൽ സലാം സമസ്തക്കാരെ എന്ന് സലാം പറഞ്ഞു പോരും. എന്ത് സലാം? ലാൽ സലാം. ഈ അപകടവും ഈമാനുള്ള സ്വർഗത്ത് ആഗ്രഹിക്കുന്നു ഇന്ന നിമിഷം ലാൽ സലാം സമസ്തക്കാരെ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോരണം. എന്നിട്ട് മുജാഹിദൊക്കെ ലാൽ സലാം എന്ന് പറഞ്ഞാണ്ട് ചെല്ലണം. എപ്പ തന്നെ ഒന്ന് മുജാഹിദിനെ പഠിച്ചിട്ട് മതിയോ എന്ന് പറഞ്ഞ് ഇന്ന നിമിഷം അടുത്ത സെക്കൻഡ് എന്ന് പോലും വിചാരിച്ച വളരെ പെട്ടെന്ന് ഇത്രയധികം മുജാഹിദിലേക്ക് ക്ഷണിച്ച ആളാണ് മുജാഹിദ് ബാലുശ്ശേരി. ആ മുജാഹിദ് ബാലുശ്ശേരി സുബ്ഹാനല്ലാഹ് ഇന്ന് തൊപ്പിട്ട് രംഗത്ത് വന്നിരിക്കയാ. വന്നിട്ട് പറയുന്ന മക്കളെ ചാടിക്കോ, ഈ കപ്പല് മുങ്ങുകയാ, ഒരു ഇഞ്ച് വെള്ളത്തിന്റെ ബാക്കിയേ ഇനിയുള്ളൂ, ചാടിക്കോ മക്കളെ ചാടിക്കോ. ഇപ്പുറത്തതാ മുങ്ങാത്തൊരു കപ്പലുണ്ട്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സമസ്തയെ സ്നേഹിക്കുന്നവരെ, സമസ്തന്റെ പിന്നാലെ കൊടിപിടിച്ച് നടക്കുന്നവരെ, സമസ്തയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ, സമസ്തയുടെ പിന്നാലെ പാറ പോലെ ഉറച്ചു നിൽക്കുന്നവരെ, ഞാൻ പറയട്ടെ, അഭിമാനിക്കാ, അൽഹംദുലില്ലാഹ് സന്തോഷിക്കാ. സന്തോഷത്തിൽ മാത്രം മതിമറന്നു പോകണ്ട. ഈ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ഈ ധാർമ്മിക ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അള്ളാഹിന്റെ ദീന് പറയാൻ, സുന്നത്ത് ജമാഅത്ത് പറയാൻ, അള്ളാഹുവിന്റെ ദീന് ഹക്കായ രീതിയിൽ പറയാൻ ഇന്ന് അവകാശമുള്ള ഒരേ ഒരു പ്രസ്ഥാനം കേരളത്തിൽ, അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാ. സമസ്തയല്ലാതെ മറ്റൊരാൾക്കൊന്ന് പറയാൻ കഴിയില്ല, പുറത്തിറങ്ങാൻ പോലും കഴിയില്ല, മുജാഹിദിന് മിണ്ടാൻ കഴിയുന്നില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് ദീൻ പറയാൻ സമയമില്ല. അവർ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ പറയാനുണ്ടോ? ആരെക്കാണ് കഴിവുള്ളത്? മറ്റുള്ളവർക്കുണ്ടോ? കാന്തപുര വിഭാഗത്തിനുണ്ടോ? ഒരാൾക്കുമില്ല. എല്ലാവരും പറയുന്നു ഹക്കായ പ്രസ്ഥാനം, യഥാർത്ഥ പ്രസ്ഥാനം ഇവിടെയുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാ. കാരണം ഇതിന് 15 നൂറ്റാണ്ടിന്റെ ഒരു പാരമ്പര്യമുണ്ട്, 15 നൂറ്റാണ്ടിന്റെ പൈതൃകമുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യം എണ്ണാൻ, അങ്ങനെ ഒരു പാരമ്പര്യം പറയാൻ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല. മുജാഹിദ് ബാലുശ്ശേരി കണ്ടങ്ങളെ തൊപ്പിക്കിട്ടു സാറായിക്കണോ? നേരത്തെ കണ്ട ബാലു അല്ല അപ്പത്തത്. ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി വലിയ ആത്മാർത്ഥതായി തൊപ്പിക്കിട്ട് അദ്ദേഹം വന്നിട്ട് പറയുന്നു, മക്കളെ പെട്ടവരൊക്കെ ചാടിക്കോളി, നമ്മളൊക്കെ മുമ്പേ ചാടി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ വരെ എന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വേഗം ചാടിക്കോ, മുങ്ങാണ്. ഇപ്പുറത്തതാ നൂഹ് നബിന്റെ കപ്പലുണ്ട്, കണ്ടങ്ങള്. അൽഹംദുലില്ലാഹ്, നൂഹ് നബിന്റെ കപ്പൽ. ഏതായി നൂഹ് നബിന്റെ കപ്പൽ? ഏതാ നൂഹ് നബിന്റെ കപ്പൽ? ലൂത്ത് നബിന്റെ അല്ലട്ടോ, നൂഹ് നബിന്റെ. ഏതാ നൂഹ് നബിന്റെ കപ്പൽ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, എന്റെ കുടുംബമെന്നാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമുക്ക് അഭിമാനത്തോടെ പറയാം, കേരളം അംഗീകരിക്കുന്ന, ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന സയ്യിദന്മാര് നമുക്ക് നേതൃത്വം നൽകുന്നവരാണ്. പാണക്കാട്ടെ തങ്ങന്മാര് കണ്ടോ, സമസ്തയുടെ നേതൃനിരയിലുണ്ട്. SYSന്റെ പ്രസിഡന്റ് ആരാ? പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ. SKSSFന്റെ പ്രസിഡന്റ് ആരാ? പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. എന്തിനേറെ നമുക്ക് കൊച്ചു കുട്ടികൾക്കൊരു സംഘടനയില്ലേ, സുന്നി ബാലവേദി, അതിന്റെ പ്രസിഡന്റ് ആരാ? പാണക്കാട് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി പറയുന്നു, ആരാ കപ്പലിൽ കയറിയോ ഫഖദ് നജാ, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി ബാലു പറയട്ടെ, ചാടിക്കൊള്ളുമെന്നാൽ എന്റെ കുടുംബമെന്നാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ പോലെയാണ്.
അൽഹംദുലില്ലാ നമുക്ക് അഭിമാനത്തോടെ പറയാ, കേരളം അംഗീകരിക്കുന്ന, ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന സയ്യിദന്മാര് നമുക്ക് നേതൃത്വം നൽകുന്നവരാണ്. പാണക്കാട്ടെ തങ്ങന്മാര് കണ്ടോ, സമസ്തയുടെ നേതൃനിരയിലുണ്ട്. SYSന്റെ പ്രസിഡന്റ് ആരാ? പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ. SKSSFന്റെ പ്രസിഡന്റ് ആരാ? പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. എന്തിനേറെ നമുക്ക് കൊച്ചു കുട്ടികൾക്കൊരു സംഘടനയില്ലേ, സുന്നി ബാലവേദി, അതിന്റെ പ്രസിഡന്റ് ആരാ? പാണക്കാട് സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ. അൽഹംദുലില്ലാ റസൂലുള്ള പറയുന്നു, ആരാ കപ്പലിൽ കയറിയോ ഫഖദ് നജാ, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി ബാലു പറയട്ടെ, ചാടിക്കോളൂ മക്കളെ, ഇതാ ഇപ്പുറത്തന്നെ നൂഹ് നബിന്റെ കപ്പല്, അതിൽ കയറിക്കോളൂ. പറയൂ ബാലുശ്ശേരി. ഇന്നലെയും വിളിച്ചു ഞാൻ ആ മനുഷ്യൻ. അവസാനമായി ഞാൻ പറഞ്ഞു, സ്നേഹത്തിന്റെ, ഞാനേറെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. നിങ്ങൾ ആ കപ്പലിൽ നിന്ന് ചാടണം, മുങ്ങാൻ. ഒരൊറ്റ ഇഞ്ച് വിരലിന്റെ വലുപ്പത്തിൽ ഇനി കടലിൽ മുങ്ങാളു. ചാടിക്കൂടെ. ഇപ്പൊ ഇപ്പുറത്ത് നൂഹ് നബിന്റെ കപ്പലിൽ. അൽഹംദുലില്ലാ, അങ്ങോട്ട് പോരി, നമ്മളൊക്കെ പോയി. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് നൽകിയത് വലിയൊരു അനുഗ്രഹം. 15 നൂറ്റാണ്ട് ഒരു പ്രശ്നവുമില്ലാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവേ, ഞങ്ങൾ ഈ സദുദ്യമത്തെ സ്വീകരിക്കണേ അള്ളാഹുവേ, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടൊട്ടേറെ ആളുകളുണ്ട്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. റബ്ബന